അതേ കർത്താവേ, ഈ പകൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഹൃദയവും കർത്താവിലേക്കാകട്ടെ, എല്ലാ ശ്രദ്ധയും കർത്താവിലേക്കാകട്ടെ. അങ്ങാണ് രാജാതി രാജാവ്, അങ്ങാണ് ഞങ്ങളുടെ കർത്താവ്. മർത്യനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നവൻ അങ്ങാണ്. രാജകീയ സിംഹാസനങ്ങൾ ഒരുക്കുന്നത് അങ്ങാണ്. എല്ലാ ഹൃദയ പിതാവിങ്കിലേക്കാകട്ടെ. ഞങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറയുന്നു അതെല്ലാം അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. അങ്ങയുടെ മഹത്വം വെളിപ്പെടട്ടെ. എന്റെ ജീവിതത്തിലൂടെ അങ്ങയുടെ ഗ്ലോറി വെളിപ്പെടട്ടെ. എന്റെ ജീവിതത്തിലൂടെ ആ ഡോക്സ വെളിപ്പെടട്ടെ. പറഞ്ഞോ, എല്ലാ അതരം തുറന്ന് പറഞ്ഞോ, എന്റെ ജീവിതത്തിലൂടെ ആ മഹത്വം വെളിപ്പെടട്ടെ. ശൂന്യതയാണോ കയ്യിലുള്ളത്? പറഞ്ഞ് ഞാൻ അത് കർത്താവിന്റെ കയ്യിൽ തരുന്നു. എന്താണ് കയ്യിലുള്ളത്? കർത്താവിന്റെ കയ്യിൽ തരുന്നു. പ്രാർത്ഥിച്ചോ, അല്പ നിമിഷങ്ങളൊന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചോ. പറഞ്ഞേ, എന്റെ അപ്പ, ഞങ്ങൾക്കുള്ളതെല്ലാം സറണ്ടർ ചെയ്യുകയാണ്, ഞങ്ങൾക്കുള്ളതെല്ലാം സമർപ്പിക്കുകയാണ്, ഞങ്ങൾക്കുള്ളതെല്ലാം ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഒരൊറ്റ വാക്കിന്റെ മുമ്പിൽ, ലെറ്റ് യുവർ ഗ്ലോറി ടേക്ക് ഓവർ ഇൻ മൈ ലൈഫ്. അങ്ങയുടെ മഹത്വം എന്റെ ജീവിതത്തിൽ ഒന്ന്, ആ ഒറ്റ വാക്കിന്റെ മുമ്പിൽ ഞങ്ങൾക്കുണ്ടെന്ന് പറയുന്നതെല്ലാം സമർപ്പിക്കുകയാണ്. ആ മഹത്വം തലമുറകൾക്ക് മറഞ്ഞു കിടന്നത്, പുരോഹിതന്മാർക്ക് മറഞ്ഞു കിടന്നത്, പിതാക്കന്മാർക്ക് മറഞ്ഞു കിടന്നത്, ഈ തലമുറയിൽ വെളിപ്പെടുത്തിയ മഹത്വം. Father, your glory, your glory, your glory, your glory, your glory. ഇത് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. കർത്താവിനോട് സംസാരിക്കാനുള്ള സമയമാണ്. ഞാൻ ഉറപ്പ് തരാം, ഈ മണിക്കൂറിൽ കാലഘട്ടങ്ങൾ തിരിയുകയാണ്. For sure, ഉറപ്പാണ്, ഈ മണിക്കൂറിൽ കാലഘട്ടങ്ങൾ തിരിയുകയാണ്. നിന്നെ നശിപ്പിച്ചെന്ന് പറയുന്ന കാലഘട്ടങ്ങൾ തിരിയുകയാണ്. യോവേൽ പ്രവചനം പ്രവചിക്കുന്നു, വെട്ടിക്കിളിയും ചുള്ളനും പുഴുവും തിന്ന് നശിപ്പിച്ച സംവത്സരത്തിന് പകരം അതിന് ഞാൻ പകരം നൽകാൻ പോകുന്നു. ദേശമേ ഘോഷിച്ചുല്ലസിക്ക, ദേശമേ ഘോഷിച്ചുല്ലസിക്ക. നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങൾക്ക് പകരമായി, നഷ്ടപ്പെട്ടു പോയ വർഷങ്ങൾക്ക് പകരമായി, അതിനുശേഷമോ ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. പ്രവചിക്കുന്നതിന് മുമ്പ് നഷ്ടപ്പെട്ടു പോയ കാലങ്ങളെ മടക്കി നൽകുകയാണ്. പ്രവചിക്കുന്നതിന് മുമ്പ് നഷ്ടപ്പെട്ടു പോയ സീസണുകളെ ദൈവം മടക്കുകയാണ്. Your glory, your glory, your glory, your glory, your glory, your glory. Show me your face, Lord. Show me your face and gird up my legs. അങ്ങയുടെ മുഖം ഞങ്ങളെ ഒന്ന് കാണിക്കണം. ആ സൗന്ദര്യത്തെ ഒന്ന് കാണാൻ. ഇതുവരെ കണ്ടതുപോലല്ല ഈ പകൽ. സത്യം നാം അറിയുകയും സത്യം നമ്മെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. യേശുവിൻ നാമത്തിൽ ആമേൻ. അടുത്ത് നിൽക്കുന്ന 3-4 പേര് പ്രവചിച്ച് പറയണം, ഇന്ന് നിനക്ക് വേണ്ടി കാലഘട്ടങ്ങൾ തിരിയുകയാണ്. പറഞ്ഞേ, പ്രവചിച്ച് പറഞ്ഞ്, നിനക്ക് വേണ്ടി കാലഘട്ടങ്ങൾ തിരിയുകയാണ്. നമുക്ക് വേണ്ടി കാലഘട്ടങ്ങൾ തിരിയുകയാണ്. നമുക്ക് വേണ്ടി കാലഘട്ടങ്ങൾ തിരിയുകയാണ്. നമുക്ക് വേണ്ടി കാലഘട്ടങ്ങൾ തിരിയുകയാണ്. നമുക്ക് വേണ്ടി കാലഘട്ടങ്ങൾ തിരിയുകയാണ്. Praise the Lord. സന്തോഷത്തോടെ നമുക്ക് ഇരിക്കാം. Thank you Jesus. ഇന്ന് നമ്മെ ശുശ്രൂഷിക്കാൻ പരിശുദ്ധാത്മാവ് ഇതിനകത്തുണ്ട്. ഒരു വ്യക്തിയല്ല ശുശ്രൂഷിക്കുന്നത്. ഇന്ന് ഞാൻ അതിനു വേണ്ടി തയ്യാറാണ്. നിങ്ങൾ അതിനു വേണ്ടി തയ്യാറാണോ? പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയെ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ തയ്യാറാണോ?
ശബ്ദം കേട്ടില്ലല്ലോ. പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയെ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ശബ്ദം കേട്ടില്ല. പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയെ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. Are you ready? Are you ready? Are you ready? Are you ready? Ready. പരിശുദ്ധാത്മാവ് ഇതിനകത്തുണ്ട്. വ്യക്തമായ ഒരു വാക്ക് ഞാൻ പറയട്ടെ. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കാലഘട്ടങ്ങൾ തിരിയും. പ്രവചനമാണ്, പ്രവചനമാണ്, പ്രവചനമാണ്. കാലഘട്ടങ്ങളെ തിരിക്കാൻ, പുതിയതിനെ തുറക്കാൻ ഇന്ന് അതേ ഒരു പകർച്ച ഇതിനകത്ത് ഉണ്ടാകുമെന്ന്. കാലദൈർഘ്യങ്ങളെ ദൈവം വെട്ടിച്ചുരുക്കുകയാണ്. വാഗ്ദത്തങ്ങളുടെ കാലദൈർഘ്യങ്ങളെ വെട്ടിച്ചുരുക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട ഒരു പ്രവചനം ഈ അന്തരീക്ഷത്തിലും പ്രവചിക്കട്ടെ. വാതിലുകൾ അടഞ്ഞാലും വാഗ്ദത്തം ജനിക്കും. വാതിലുകൾ അടഞ്ഞാലും, വഴിയമ്പലങ്ങൾ അടഞ്ഞാലും കാലിത്തൊഴുത്തിൽ വാഗ്ദത്തം ജനിച്ചത് സത്യമാണെങ്കിൽ, വഴിയമ്പലങ്ങൾ അടഞ്ഞാലും കാലിത്തൊഴുത്തിൽ വാഗ്ദത്തം ജനിച്ചത് സത്യമാണെങ്കിൽ, വാതിലുകൾ അടഞ്ഞാലും ഈ പകൽ പ്രവചിക്കുകയാണ്, വാഗ്ദത്തങ്ങൾ ജനിക്കും. വാഗ്ദത്തം കേട്ട ജനം, ഇസ്രായേൽ ജനം ഒരുമിച്ച് സഞ്ചരിച്ചു. എന്നാൽ അവരുടെ മുമ്പിൽ വൻമതിൽ ഉയർന്നു. ഒരു അഭിഷക്തൻ ഇങ്ങനെ പറഞ്ഞു, 40 വർഷം അവർ മരുഭൂമിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ 40 വർഷം കൊണ്ട് അവർക്ക് വേണ്ടി അവർ കടക്കാതിരിക്കാനുള്ള മതിൽ ഉയരുകയായിരുന്നു. 40 വർഷം കൊണ്ട് മരുഭൂമിയിൽ അവർ സഞ്ചരിക്കുമ്പോൾ അതേ 40 വർഷം കൊണ്ട് കനാന്യ ദേശത്തിൽ വലിയ കോട്ടകൾ പണിതുയർത്തുകയായിരുന്നു. എന്നാൽ നിശബ്ദമായി നടന്ന ജനത്തിന്റെ മുമ്പിൽ നിമിഷങ്ങൾ കൊണ്ട്, വർഷങ്ങൾ കൊണ്ട് പണിയപ്പെട്ടത്, വാഗ്ദത്തമുണ്ടോ വൻമതിൽ ഉയർന്നാലും നീ പുറപ്പെടും. വാഗ്ദത്തമുണ്ടോ വൻമതിൽ ഉയർന്നാലും നീ പുറപ്പെടും. വാഗ്ദത്തമുണ്ടോ വൻമതിൽ, വാഗ്ദത്തമുണ്ടോ വൻമതിൽ പുറപ്പെടും, 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 പുറപ്പെടും. അന്യഭാഷകൾ അല്പനിമിഷം ഒന്ന് കർത്താവിനെ സ്തുതിച്ച്, അന്യഭാഷകൾ, അന്യഭാഷകളിൽ അഭിഷക്തന്മാരെല്ലാം തയ്യാറായിക്കോ. ടേക്ക് യുവർ മൈക്സ്. മൈക്കുകളെല്ലാം എടുത്തോ. ഇന്നതിനകത്ത് പരിശുദ്ധാത്മാവ് നമ്മെ ശുശ്രൂഷിക്കാൻ പോവാണ്. We are ready, Holy Spirit. We are ready, Holy Spirit. ഞങ്ങൾ തയ്യാറാണ് പരിശുദ്ധാത്മാവേ. ഞങ്ങൾ തയ്യാറാണ് പരിശുദ്ധാത്മാവേ. ഞങ്ങൾ തയ്യാറാണ് പരിശുദ്ധാത്മാവേ. Shaka bara thada tere tele reme sata artho chode bentele ragasha thala varta thala dere ya arma thala vedara praventa tela sharthala da gerta tele regde artha bane shaga thala rabala ziyotono regate araba shikatala rabatala ragatala ragatala rashatala raba arbo sheke tele roso thala mana diarada armada shiantala ra angels moving artha tesiantala praveni anta zakatana yaro tana yaro tana yaro അടുത്തിരിക്കുന്നോട് പ്രവചിച്ചു പറ, വാതിലുകൾ അടഞ്ഞാലും വാഗ്ദത്തം ജനിക്കും. വൻമതികൾ ഉയർന്നാലും വാഗ്ദത്തം പുറപ്പെടും. വൻമതിലുകൾ ഉയർന്നാലും വാഗ്ദത്തം പുറപ്പെടും. വൻമതിൽ ഉയർന്നാലും വാഗ്ദത്തം പുറപ്പെടും. ആമേൻ, ആമേൻ, ആമേൻ. നന്നായിട്ട് ആമേൻ പറഞ്ഞേ. ആമേൻ, ആമേൻ. ഈ ദിവസങ്ങളിൽ ഞാൻ കർത്താവിൽ നിന്ന് വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതേ ഒരു ഞായറാഴ്ച ഫെലോഷിപ്പ് പോലെ കൂടിയിരിക്കുകയാണോ? ഞാൻ അങ്ങനെയല്ല. ഇന്ന് രാവിലെ മുതൽ കർത്താവിൽ നിന്ന് വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ അഭിഷക്തൻ ഓൺ ദ വേയിലാണ്, വേഗം നമ്മളോടൊപ്പം ചേരും. എന്നാലും അഭിഷക്തനോ ഞാനോ അല്ല ഇവിടെ വ്യക്തി, പരിശുദ്ധാത്മാവ് മിനിസ്ട്രി ചെയ്യാൻ നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവ് മിനിസ്ട്രി ചെയ്യാൻ നിൽക്കുകയാണ്. ഹീസ് റെഡി. പരിശുദ്ധാത്മാവ് ശുശ്രൂഷിക്കാൻ നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവ് ശുശ്രൂഷിക്കാൻ നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവ് ശുശ്രൂഷിക്കാൻ നിൽക്കുകയാണ്. ഒരു പ്രവാചകൻ ഇങ്ങനെ പ്രവചിച്ചു, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടേണ്ടതിന് താഴ്വരകൾ നിവർന്നു വരട്ടെ. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടേണ്ടതിന് കുന്നുകൾ ഇടിഞ്ഞു താഴട്ടെ. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടേണ്ടതിന് ദുർഘട മേടുകൾ നേരെയാകട്ടെ.
ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടേണ്ടതിന് വളഞ്ഞത് ചൊവ്വാകട്ടെ. ഒരു പ്രവാചകന്റെ പ്രവചക ശബ്ദമാണിത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേട്ട പ്രവചനത്തെ ഇന്ന് ഞങ്ങൾ അതിനെ ജീവനാക്കി മാറ്റുന്നു. വചനം ജീവനായി തീർന്നതുപോലെ, വചനം ജഡമായി തീർന്നതുപോലെ എന്റെ മേൽ ദൈവ മഹത്വം വെളിപ്പെടുത്താൻ താഴ്വരകൾ നിവർന്നു വരികയാണ്, കുന്നുകൾ താഴ്ന്നു വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ഉച്ചസ്വരത്തിൽ ആർപ്പോടെ കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ. പോരല്ലോ, നന്നായി ഹല്ലേലൂയ. ഓ, എനിക്കറിയില്ല, പരിശുദ്ധാത്മാവ് നമ്മെ മിനിസ്റ്റർ ചെയ്യാൻ വ്യത്യസ്തമായി ഇതിനകത്തുണ്ട്. ഒരു വാക്ക് പറയട്ടെ, ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞ് ആരും അഭിഷക്തന്മാരെ കാണാൻ നിൽക്കരുത്. ഇപ്പോൾ ഈ വേർഡിനകത്ത് എന്ത് വിഷയമാണേലും അതിനകത്ത് പിടിച്ചോണം. ഉറപ്പായ വാക്കാണ്. ഇന്നൊരു ദിവസം നിങ്ങൾ ആരും ഇതെല്ലാം കഴിഞ്ഞിട്ടൊന്ന് തലേ കൈ വെക്കും. നോ, അതിനിരിക്കരുത്. ഇന്ന് വേർഡ് കേൾക്കുമ്പോൾ നിന്റെ വിഷയം ഏതാണോ അതിലേക്ക് അതിനൊന്ന് പിടിച്ചോണം. എന്താണോ എന്നോടുള്ള പ്രവചനം അതിലേക്ക് കയറി പിടിക്കണം, പ്ലഗ് ചെയ്യണം. ഈ പോകുന്ന ഇലക്ട്രിസിറ്റിയിലേക്ക് പ്ലഗ് ചെയ്യണം, പ്ലഗ് ചെയ്യണം, പ്ലഗ് ചെയ്യണം. ഇലക്ട്രിസിറ്റി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പ്ലഗ് ചെയ്താലേ കാര്യമുള്ളൂ. എത്ര കൂടിയ പ്രോഡക്റ്റാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, എത്ര നല്ല പ്രോഡക്റ്റാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇഫ് യു ആർ റെഡി ടു പ്ലഗ് ഇൻ, നീ പ്ലഗ് ഇൻ ചെയ്യാൻ തയ്യാറായാൽ, അതിനോട്ട് കണക്ട് ആകാൻ തയ്യാറായാൽ, നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു വാക്കാണ്, വെള്ളത്തിന്റെ മീതെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയത്ത് എൻ്റെ ഒരു സഹോദരൻ്റെ വീട്ടിൽ ഞങ്ങൾ വിശ്രമിക്കുമ്പോൾ ആ രാത്രിയിൽ ഉറങ്ങാതെ വളരെ കോൺസ്റ്റന്റ് ആയിട്ട് ദൈവം എന്നോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ സംസാരം. അതിനെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നു. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു വെള്ളത്തിന്റെ മീതെ? പറഞ്ഞേ. ഓ, നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ. നിങ്ങളുടെ വീട്ടിൽ ഇത്ര സൈലന്റ് ആണെന്ന് അല്ലെന്ന് എനിക്കറിയാം. നമുക്ക് പരിചയമുള്ളവരാണല്ലോ. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കാം. അങ്ങനെയെങ്കിൽ ആ ശബ്ദത്തിലൊന്ന് പറയണം, പരിവർത്തിച്ചു കൊണ്ടിരുന്നു. He is brooded over the water. വെള്ളത്തിന്റെ മീതെ അവൻ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. He is brooded over water. അങ്ങനെയെങ്കിൽ പ്രവചിക്കട്ടെ, നിന്റെ ശരീരത്തിൽ 70% വെള്ളമാണ്. ആ വെള്ളത്തിന്റെ മീതെയാണ് പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വെള്ളത്തിന്റെ മീതെയാണ് പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ കൊടുത്തിരിക്കുന്ന ഒരു വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. God's spirit gently vibrated over water. വളരെ ഒന്ന് വെള്ളത്തിന്റെ മീതെ വൈബ്രേറ്റ് ചെയ്തു. എന്ത് ചെയ്തു? ആ വലത് കൈ ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞു, വൈബ്രേറ്റ് ചെയ്തു. എന്ത് ചെയ്തു? വൈബ്രേറ്റ് ചെയ്തു. വളരെ gently Holy Spirit vibrated. പരിശുദ്ധാത്മാവ് വൈബ്രേറ്റ് ചെയ്തു. നമ്മൾ കേട്ടിട്ടുള്ള പദമാണ്. അവിടെ കൊടുത്തിരിക്കുന്ന എബ്രായ പദം റാഖാഫ് എന്നാണ്. എന്താണ് പറഞ്ഞേ? അന്യഭാഷയല്ല, റാഖാഫ്. സത്യത്തിൽ എൻ്റെ അനുഭവം പറയാം. ഞാൻ നമ്മുടെ TPT വേർഷൻ എന്നൊരു വേർഷൻ ഉണ്ട് ബൈബിളിൻ്റെ. അതിനകത്ത് ഈ അർത്ഥങ്ങൾ ഗ്രീക്കിലും ഹീബ്രുവിലും വായിക്കുമ്പോഴാണ് സത്യത്തിൽ പലപ്പോഴും ഞാൻ ഉപയോഗിച്ച അന്യഭാഷകൾ അതിനകത്ത് ഞാൻ കണ്ടു. വാസ്തവമാണ്. അതിൻ്റെ അർത്ഥങ്ങൾ വായിക്കുമ്പോൾ ഞെട്ടിപ്പ്, കർത്താവ് ഈ ഒരു വാക്കല്ലേ എൻ്റെ അന്യഭാഷയിൽ ഉണ്ടായിരുന്നത്. അവിടെ കൊടുത്തിരിക്കുന്ന എബ്രായ പദം ഇതാണ്, റാഖാഫ്. എന്താണ് റാഖാഫ്? ഇൻക്യുബേറ്റ് ചെയ്യുക, ബ്രൂഡഡ് ആകുക. വെള്ളത്തിന്റെ മീതെ സോഫ്റ്റ്ലി, വളരെ പതുക്കെ അവൻ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇതൊക്കെ അറിയാന്നുള്ള കാര്യമാണല്ലോ, ഇതെന്തിനാ എന്നോടൊന്ന് ഈ രാത്രി പറയണം? നമ്മളിത് കേൾക്കുകയും പ്രസംഗിക്കുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്ത കാര്യമാണല്ലോ. പെട്ടെന്ന് കർത്താവ് പറഞ്ഞു, ഇപ്പോഴും കടലുകൾ എന്തുകൊണ്ട് തിരമാല ഉയർത്തുന്നെന്ന് അറിയാമോ? അതെന്തോ സയന്റിസ്റ്റുമാർ പറയുന്ന അതിനകത്തുള്ള ന്യൂനമർദ്ദം കൊണ്ടെന്നല്ലേ, അല്ലെങ്കിൽ കാറ്റ് കൊണ്ടെന്നല്ലേ? ഇല്ല, ഇപ്പോഴും കടലിലെ തിരയിളക്കത്തിന്റെ കാര്യം പരിശുദ്ധാത്മാവിന്റെ ആ വൈബ്രേഷൻ ആയിരുന്നു. പ്രകൃതി നമ്മോട് പറയുന്നു, പ്രകൃതി യഹോവയുടെ മഹത്വത്തെ
കേട്ടില്ല. പ്രകൃതി യഹോവയുടെ മഹത്വത്തെ, ആ വെള്ളം പോലും പരിശുദ്ധാത്മാവിന്റെ വൈബ്രേഷനെ തെളിവാക്കുകയാണ്. ആ സമുദ്രം പോലും പറയുന്നു, എന്തുകൊണ്ടായി തിര ഉയരുന്നറിയോ? എന്റെ മീതെ ഒരു പരിശുദ്ധാത്മാവ് വൈബ്രേറ്റ് ചെയ്യുകയായിരുന്നു. എന്റെ മീതെ ഈ പരിശുദ്ധാത്മാവ് വൈബ്രേറ്റ് ചെയ്യുകയായിരുന്നു. എന്റെ മീതെ ആ വൈബ്രേഷനാണ് മറിയയുടെ മേൽ അടിച്ചത്. ആ വൈബ്രേഷനാണ് മറിയയുടെ മീതെ ഉണ്ടായത്. പുതിയ ജനനങ്ങൾ ഉണ്ടായി. ആ വൈബ്രേഷനകത്ത് പുതിയ ജനനങ്ങൾ ഉണ്ടായി. പരിവർത്തിച്ച ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, വെള്ളത്തിന്റെ മീതെ പരിശുദ്ധാത്മാവ് വൈബ്രേറ്റ് ചെയ്ത ആത്മാവ്, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതറിയോ? അതേ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ മിനിസ്ട്രി ചെയ്യാൻ ഇതിനകത്തുണ്ട്. നിങ്ങളേതല്ല ഞാൻ പറയുന്നത്, എന്നെ മിനിസ്ട്രി ചെയ്യാൻ ഇതിനകത്തുണ്ട്. അതേ പരിശുദ്ധാത്മാവ് ഇന്ന് ശുശ്രൂഷിക്കാൻ ഇതിനകത്തുണ്ട്. ശുശ്രൂഷകന്മാരെ തയ്യാറാകുക, ഇംപാർട്ടേഷനുകൾ നടക്കുകയാണ്. കുഞ്ഞുങ്ങളെ തയ്യാറാകുക, നിങ്ങളുടെ അതരത്തിന്റെ മേൽ പകർച്ചകൾ നടക്കുകയാണ്. സഹോദരങ്ങളെ തയ്യാറാകുക. There is a glorious impartation is taken in this place. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നന്നായിട്ട് വിളിക്കുക. പരിശുദ്ധാത്മാവേ, 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 നന്നായിട്ട് വിളിക്കുക. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. We are ready. അവൻ നിന്നെ സകല സത്യത്തിലേക്കും വഴി നടത്തും. ഈ പരിശുദ്ധാത്മാവ് നിന്നെ യേശുവിങ്കലേക്ക് ആകർഷിപ്പിക്കും. ഈ പരിശുദ്ധാത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. Praise you, Lord. Praise you, Lord. Amen. എൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു വെളിപ്പാട് കർത്താവ് തന്നു. അതാണ് എൻ്റെ ശുശ്രൂഷയുടെ അടിസ്ഥാനം. നമ്മുടെ ആത്മാവ് എന്താണ്? നമ്മുടെ ശ്വാസമാണ് യേശു. നമ്മുടെ ശ്വാസമാണ്. വീണ്ടും എന്നെ കർത്താവ് പഠിപ്പിക്കാൻ തുടങ്ങി. അതിനുശേഷം ആദാമിൻ്റെ മൂക്കിൽ ദൈവം ഊതുമ്പോൾ ദൈവത്തിൻ്റെ ശ്വാസം, ദൈവത്തിൻ്റെ അതേ ശ്വാസം ആദാമിലേക്ക് വന്നു. ആദാമാകുന്ന ദേഹി എഴുന്നേറ്റ് നിൽക്കാൻ കാരണം അവൻ്റെ അകത്ത് ആ ശ്വാസം വന്നതുകൊണ്ടാണ്. ആമേൻ. ആ ശ്വാസത്തിന് കൊടുത്തിരിക്കുന്ന വാക്ക് എന്തെന്നറിയോ? ആ ശ്വാസത്തിനൊരു പേരുണ്ട്, യാവേ, യഹോവ. യാവേ നിങ്ങളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയേ. യാ ഈസ് ഇൻഹെയിൽ, വേ ഈസ് എക്സ്ഹെയിൽ. ശ്വസിക്കുന്നതാണ്. നമ്മുടെ ആരെയാ വഹിക്കുന്നത്? ഇത് വെളിപ്പാട് മാത്രമേ, ഇത് ട്രൂത്ത് ആണ്. സഹോദരങ്ങളെ, മുസ്ലിം ആയാലും ബുദ്ധനായാലും ഹിന്ദു ആയാലും ഏത് മതസ്ഥനായാലും മനുഷ്യനായി പിറന്നവൻ ദൈവത്തിന്റെ മകനാണെന്ന് അംഗീകരിക്കാനുള്ള മനസ്സ് നിനക്കുണ്ടോ? യു ആർ ഇൻ ഗ്ലോറി റെൽം. നീ മഹത്വത്തിന്റെ തലത്തിനകത്താണ്. ശരിയല്ലേ? നമ്മുടെ ശ്വാസം എന്താ പറയുന്നത്? ലങ്സിനോട് ചോദിച്ചാൽ ലങ്സ് പറയും, ഞാൻ എപ്പോഴും എൻ്റെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ലങ്സിനകത്ത് ഒരു പേര് മുറങ്ങുന്നു, യാവേ, 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 യാവേ. നന്നായിട്ടൊന്ന് ശ്വസിച്ചേ. Is it truth? അത് ശരിയാണോ? അയ്യോ, ശ്വസിക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെയൊന്നും ചെയ്യാറില്ല. നന്നായിട്ടൊന്ന് ശ്വസിക്കുക. ആമേൻ പറയാനല്ല പറഞ്ഞത്, ശ്വസിക്കാൻ. ശ്വസിച്ചേ. എങ്ങനെ? ഇനി കീബോർഡിന്റെ ശബ്ദം ഉള്ളോണ്ട് 1 മിനിറ്റത്തേക്ക് ഒന്ന് നിർത്തിക്കുക. നന്നായിട്ടൊന്ന് ശ്വസിച്ചേ. ശബ്ദം കേട്ടില്ല, ശ്വാസത്തിന് ശബ്ദമുണ്ട്. There is a name. ഒരു നാമം നിന്റെ ഹൃദയത്തിനകത്ത് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. പൂർവ്വകാലത്തെയുള്ള അവന്റെ പേര് യഹോവ എന്നാണ്. അവന്റെ നാമം യാഹ്വേ എന്നാണ്. വീണ്ടും കർത്താവ് പഠിപ്പിക്കുകയാണ്, ഇവിടെ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു.
എന്ത് പറഞ്ഞു? ഇവിടെ വെളിച്ചമുണ്ടായി എന്ന് മലയാളം പറയുമ്പോൾ യഥാർത്ഥ ട്രാൻസ്ലേഷൻ പറയുന്നു ലെറ്റ് ദേർ ബി ലൈറ്റ്. ഇവിടെ വെളിച്ചമുണ്ട്. അടുത്ത വാക്ക് പറയുന്നത് ലെറ്റ് ദേർ വാസ് ലൈഫ്. അവിടെ ഉണ്ടെന്നല്ല, വെളിച്ചം ഉണ്ടായിരുന്നു. അവിടെ വെളിച്ചം. ആ വാക്ക് എന്നറിയോ? യഹി മീൻസ് ലെറ്റ് ദേർ ബി ലൈറ്റ്. വഹി മീൻസ് ലെറ്റ് ദേർ വാസ് ലൈഫ്. വെളിച്ചം ഉണ്ട് എന്ന് യേശു പറഞ്ഞപ്പോൾ വെളിച്ചം മാനിഫെസ്റ്റ് ആയി വന്നു. എന്ത് ചെയ്തു വന്നു? എന്ത് ചെയ്തു വന്നു? ആരെങ്കിലും ഒരാൾ ഒരു ടവലോ ഒരു തുണിയോ ഒന്ന് വേഗം എത്തിക്കാമോ? എന്ത് ചെയ്തു വന്നു? ഒരു വലിയ തുണി വേണം, വലിയ തുണി വേണം, വലിയ തുണി വേണം. കമോൺ. എന്ത് ചെയ്തു വന്നു? എന്ത് ചെയ്തു വന്നു? എന്ത് ചെയ്തു വന്നു? മാനിഫെസ്റ്റ് ചെയ്തു വന്നു. There is life എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, പക്ഷെ ഇതൊരു വെയിലിനകത്താണ്. എന്തിനകത്താണ്? ഒരു മറയ്ക്കകത്താണ്, ഒരു തിരശ്ശീലയ്ക്ക് പിന്നിലാണ്. യേശു പറഞ്ഞു ഇരുട്ടിനകത്ത് നിന്നാ വെളിച്ചം വന്നെന്നാ ബൈബിൾ പറയുന്നത്. From the darkness light came, light manifested. ഇരുട്ടിനകത്ത് നിന്നും വെളിച്ചം വന്നു. ശരിയാണോ? ഞാൻ പറഞ്ഞു ശരിയാണോ? ശരിയാണോ? ബൈബിൾ വായിക്കുന്നവർക്കേ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതിനകത്ത് എന്തുണ്ടായിരുന്നു? പക്ഷെ ഡാർക്ക്നെസ് മറഞ്ഞിരുന്നപ്പോൾ ദൈവം പറഞ്ഞു യഹി, യഹി, there is light. വഹി, അടുത്ത വാക്ക് പറയുന്നു വഹി, there was life. ഇവിടെ ഉണ്ടായിരുന്ന വെളിച്ചത്തെ അൺവെയിൽ ചെയ്യുകയായിരുന്നു. ആമേൻ. എന്തൊക്കെ നിന്റെ ജീവിതത്തിന് ആവശ്യമായുണ്ടോ, ഇറ്റ്സ് അണ്ടർ ദ വെയിൽ നൗ. ഇപ്പോൾ അത് വെയിലിനകത്താണ്. പക്ഷേ യഹോവ എന്ന നാമം, യഹി വഹി ഈസ് ദ നെയിം ഓഫ് ഗോഡ്. യാവേ, യഹി വഹി ഈസ് ദ നെയിം ഓഫ് ഗോഡ്. യാവേ. ആ നാമം പറഞ്ഞപ്പോൾ, ആ നാമം പറഞ്ഞപ്പോൾ മറയപ്പെട്ട് കിടന്നത് ഇരുളിനകത്ത് നിന്ന് വെളിയിൽ വന്നതുപോലെ ഈ പകല നാമച്ചൊന്ന് വിളിക്കാമോ? യാവേ. ഈ നാമച്ചൊന്ന് വിളിക്കാമോ? യാവേ, യാവേ, യാവേ. മറഞ്ഞു കിടക്കുന്ന നിന്റെ സാമ്പത്തികം മാനിഫെസ്റ്റ് ആകുകയാണ്. മറഞ്ഞു കിടക്കുന്ന നിന്റെ സൗഖ്യം മാനിഫെസ്റ്റ് ആകുകയാണ്. യാവേ, യാവേ, യാവേ. ഓ കുന്നുകളെ ഉയർന്നിടുക, താഴ്വരയെ താണിടുക. താഴ്വരകൾ എന്ത് ചെയ്യണം? കുന്നുകൾ എന്ത് ചെയ്യണം? എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? പറഞ്ഞോ, എന്തിനു വേണ്ടി? തെറ്റായാലും പറഞ്ഞു, ഇവിടെ ആരും വഴക്ക് പറയത്തില്ല. എന്തിനു വേണ്ടി? യഹോവയുടെ മഹത്വം വെളിപ്പെടാൻ. അതാണ്, യഹോവയുടെ മഹത്വം വെളിപ്പെടാനാണ്. പറ, മഹത്വം, മഹത്വം, മഹത്വം. സമാധാനമില്ലെന്ന് പറയുന്നു, നിന്റെ സമാധാനം ആ അസമാധാനത്തിന്റെ അകത്തിരിക്കുകയാണ്. സൗഖ്യമില്ലെന്ന് പറയുന്നു, നിന്റെ സൗഖ്യം ഈ ആരോഗ്യത്തിനകത്തിരിക്കുകയാണ്. Inside of you, out of my belly shall flow rivers, rivers of living water. Yeah, yeah, yeah. നമ്മുടെ അകത്ത് ജീവന്റെ നദി ഇരിക്കുന്നു. There is a fountain of river inside of you. നമ്മുടെ അകത്ത് ജീവന്റെ നദി ഇരിക്കുന്നു. Out of my belly shall flow rivers, rivers of living water. Yeah, yeah, yeah. Parne, yeah, yeah, yeah. Yeah, 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 yeah. Yeah, yeah, yeah. Yeah, yeah, yeah. Yeah, yeah, yeah. Out of my belly. അറിഞ്ഞോന്നേ, അയ്യോ, ഇതിനകത്ത് ഇരിക്കുന്നവർ ABCD പഠിക്കാത്തവരെ പോലെ ഇരിക്കും. ഇനി ഒന്നുകൂടെ ABCD പഠിപ്പിക്കാൻ സമയമില്ല. നന്നായിട്ട് പറ. Out of my belly, എന്റെ ഉദരത്തിൽ നിന്ന്. Out of my belly, come on. Out of my belly shall flow rivers, rivers of living water. Rivers of living water. Yeah, yeah, yeah. Yeah, yeah, yeah. Yeah, yeah, yeah. Yeah, yeah, yeah. Out of my belly shall flow rivers, rivers of living water. Yeah, yeah, yeah. Yeah, yeah. Hallelujah. Hallelujah.
ആ ഉദരത്തിലൊന്ന് കൈവച്ച് പറ, എന്റെ അകത്തു നിന്നും ജീവജലത്തിന്റെ നദി ഒഴുകും. Prophetically ഒന്ന് do ചെയ്തേ. Prophet എഴുന്നേൽക്കുന്നെങ്കിൽ എഴുന്നേറ്റ് പ്രവചിച്ചോ, ഓടണമെങ്കിൽ ഓടി പ്രവചിച്ചോ. Out of my belly shall rivers flow. Out of my belly shall rivers flow. തകർച്ചയാണെന്ന് പറയുന്ന ശരീരമില്ലേ? തകർച്ചയാണെന്ന് പറയുന്ന ശരീരമില്ലേ? രോഗിയാണെന്ന് പറയുന്ന ശരീരമില്ലേ? നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറയുന്ന ശരീരമില്ലേ? നീ പാഴാന്ന് പറയുന്ന ശരീരമില്ലേ? നിന്റെ അകത്ത് ഇത് കിടപ്പുണ്ട്. Out of my belly. നിന്റെ അകത്ത് ഇത് കിടപ്പുണ്ട്. നിന്റെ അകത്ത് ഇത് കിടപ്പുണ്ട്. ഈ ജീവജലത്തിന്റെ നദി. നിങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ ഇരിക്കാം, നിൽക്കണമെങ്കിൽ നിൽക്കാം, കിടക്കണേ കിടക്കാം. as your choice. അപ്പൊ എന്ത് ചെയ്തു? യാവേ എന്ന പേര് വെളിപ്പെട്ടപ്പോൾ let there is and let there was. ഉണ്ടായിരുന്നത് വെളിപ്പെട്ടു വന്നു. എന്ത് ചെയ്തു? അപ്പോൾ ഇന്ന് നമ്മുടെ അതരത്തിൽ ആ നാമത്തെ വിളിക്കുമ്പോൾ let there was, let there was, let there was, let there was, let there was. സുജിത്തിനോട് കർത്താവ് പറയുന്നു, നിന്റെ വിസ let there was. അവിടെ അത് ഉണ്ട്, അവിടെ അത് ഉണ്ട്. ഗെറ്റ് റെഡി. ഓൺലൈൻ ആയിരിക്കുന്നവരെ ഗെറ്റ് റെഡി, തയ്യാറാകുക. അവിടെ അതുണ്ട്. നിങ്ങൾക്കറിയോ, ഈ ജീവന് മരണമില്ല. എന്തില്ല? എന്തില്ല? നമ്മൾ ഈ ശ്വസിക്കുന്ന ശ്വാസത്തിന് മരണമുണ്ടോ? 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 ഒരു മനുഷ്യൻ അവൻ മരിച്ചെന്ന് നമ്മൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ആത്മാവ് മരിക്കുകയാണോ അതോ ഈ ശ്വസിച്ചുകൊണ്ടിരുന്ന ആത്മാവ് ശരീരത്തിൽ നിന്നും പുറത്തു പോവുകയാണോ? ഒന്നുകൂടെ ക്ലിയർ ആക്കാം. ഒരു മനുഷ്യൻ മരിച്ചെന്ന് പറയുമ്പോൾ അവന്റെ ആത്മാവ് അതോടുകൂടെ എൻഡാകുകയാണോ അതോ ആ ആത്മാവ് ശരീരത്തിൽ നിന്നും പുറത്തു വരികയാണോ? ഏതാ സത്യം? ഏതാ സത്യം? നമ്മൾ ഈ ശ്വസിക്കുന്ന ശ്വാസം, ഇത് ശ്വാസം നിശ്ചലമാകുമ്പോഴാണല്ലോ പറയുന്നത് എന്താണ്? മരണം എന്ന് പറയുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്നേക്കുമായി ആ ശ്വാസം നിൽക്കുകയാണോ അതോ അവന്റെ ബോഡിയിൽ നിന്നും ആ സ്പിരിറ്റ് ഡിപ്പാർട്ട് ആകുകയാണോ? കേട്ടില്ല? ഏതാ സത്യം? അപ്പൊ ആത്മാവിന് മരണമുണ്ടോ? ഇല്ല. അപ്പൊ ആത്മാവിനനുസരിച്ച് ജീവിക്കുന്നവർക്ക് മരണമുണ്ടോ? ഇല്ല. ആത്മാവിനനുസരിച്ച് ജീവിക്കുന്നവർക്ക് മരണമുണ്ടോ? ഇല്ല. ഇന്ന് മരണത്തെ നമ്മൾ പൊളിക്കാൻ പോവാണ്. ഇന്ന് മരണത്തെ നമ്മൾ പൊളിക്കാൻ പോവാണ്. Are you ready, church? സഭയെ തയ്യാറാണോ? നമുക്കൊരു വാക്യം വായിക്കാം. നിങ്ങൾക്ക് ഇത്രയും സ്ഥലമുണ്ട്, ഇരിക്കണമെങ്കിൽ ഇരിക്കാം, നിൽക്കണമെങ്കിൽ നിൽക്കാം. ഇവിടെ ആരും നിങ്ങളെ ചോദ്യം ചെയ്യത്തില്ല. ഞാൻ നിന്ന് അടുത്തൊരു നാൾ എന്ത് ഫീൽ ചെയ്യും, ചിലപ്പോ ബാക്കി ഇരിക്കുന്നത് കാണാം. നിങ്ങൾക്ക് ഈ സ്ഥലമെല്ലാം ഉപയോഗിക്കാം. ഒറ്റ കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഇന്ന് കാലഘട്ടങ്ങളെ ദൈവം തിരിക്കും. പരിശുദ്ധാത്മാവ് ഇവിടെ മിനിസ്റ്റർ ചെയ്യാനോട്ടുണ്ട്. കാലഘട്ടങ്ങളെ ദൈവം തിരിക്കാൻ പോവാണ്. എടുക്കാം 2 തീമോഥെയോസിന്റെ ലേഖനം. മലയാളത്തിൽ അതിനകത്ത് ഒത്തിരി മിസ്റ്റേക്കുകളുണ്ട്. മിസ്റ്റേക്കുകളല്ല, അറേഞ്ച്മെന്റ്സിന് വ്യത്യാസമുണ്ട്. നമുക്കതിന്റെ ഇംഗ്ലീഷ് നോക്കാം. KJV ആയാലും ഏത് വേർഷൻ ആയാലും കുഴപ്പമില്ല. 2 തീമോഥെയോസ് 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. എടുത്തോ? ബൈബിൾ ഉള്ളവരെല്ലാം എടുത്തോണം. മൊബൈൽ യൂസ് ചെയ്യുന്നവർ മൊബൈൽ ഉള്ളവർ എടുത്തോണം. ആ വാക്യം വളരെ ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്യണം. ഈ വചനം നമ്മെ ഇന്ന് ശുശ്രൂഷിക്കാൻ പോവാണ്. ഈ വചനം നമ്മുടെ അസ്ഥിക്ക് ഇന്ന് തീയായി മാറാൻ പോവാണ്. ആമേൻ പറഞ്ഞില്ലല്ലോ. ആമേൻ. ഈ വചനം അസ്ഥിക്ക് ഇന്ന് തീയായി മാറാൻ പോവാണ്. ഈ വചനം അസ്ഥിക്ക് ഇന്ന് തീയായി മാറാൻ പോവാണ്. എടുത്തോ? 2 തീമോഥെയോസ് 1-ാം അധ്യായം. He gave us resurrection life and drew us to himself. 9-ാമത്തെ വാക്യം ആണോ? 2 തീമോഥെയോസ് 1:9.
KJV വേർഷൻ ഒന്ന് വായിക്കാമോ? KJV വേറെ ഏതെങ്കിലും ഒരു വേർഷൻ? Who has saved us and called us with a holy calling, Not according to our works, but Okay. according അവിടെ to ഒന്ന് വെയിറ്റ് ചെയ്തോ. ദൈവം നമ്മെ വിളിച്ചു. എന്ത് ചെയ്തു പറഞ്ഞേ? ദൈവം നമ്മെ രക്ഷിച്ചു. നന്നായിട്ട് ശബ്ദം വരുന്നത്. ദൈവം നമ്മെ, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം, ഇത് ഭയങ്കര മിസ്റ്ററിയാണ്. ഈ വചനം നമ്മെ ഇന്ന് ശുശ്രൂഷിക്കാൻ പോവാണ്. നിങ്ങളെപ്പോലെ ഞാനും പ്രതീക്ഷിക്കുന്നു ഈ വചനം എന്നെ ഇന്ന് ശുശ്രൂഷിക്കാൻ പോവാണ്. അസ്ഥിക്ക് തീ പിടിക്കാൻ പോവാണ്. ആമേൻ, ആമേൻ. അപ്പോൾ who has saved us, ദൈവം നമ്മെ എന്ത് ചെയ്തു? രക്ഷിച്ചു. വിശുദ്ധ വിളിയാൽ എന്ത് ചെയ്തു? അത് നമ്മുടെ പ്രവൃത്തി കൊണ്ടാണോ? നമ്മുടെ പ്രവൃത്തി കൊണ്ടാണോ? നന്നായിട്ട് പറ. നമ്മൾ ഇത്ര മണിക്കൂർ പ്രാർത്ഥിക്കുന്നോണ്ടാണോ? ആണോ? നമ്മൾ ബൈബിൾ വായിക്കുന്നോണ്ടാണോ എന്ന് കരുതി പ്രാർത്ഥിക്കേണ്ടതും ബൈബിൾ വായിക്കേണ്ടതും അല്ല ഞാൻ പറയുന്നത്. നോ ദ ട്രൂത്ത്, സത്യത്തെ മനസ്സിലാക്കുക. സത്യത്തെ. ഓക്കെ, ദൈവം നമ്മെ രക്ഷിക്കുകയും ദൈവം നമ്മെ വിശുദ്ധ വിളിയാൽ വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രയത്നങ്ങൾ കൊണ്ടാണോ? നന്നായി പറയാണോ? ഞാൻ ഇത്രയും ദിവസം ഉപവസിച്ചത് കൊണ്ടാണോ? ഞാൻ ഒത്തിരി ദിവസം പട്ടിണി കിടന്നുകൊണ്ടാണോ? ഇതൊന്നും തെറ്റെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ നമ്മെ വിളിച്ച വിളി അത് നമ്മുടെ പ്രവൃത്തിയാലല്ല. താഴോട്ടൊന്ന് വായിച്ചേ. അക്കോർഡിംഗ് ടു ഹിസ് ഓൺ പർപ്പസ് ആൻഡ് ഗ്രേസ്, ദൈവത്തിൻ്റെ സ്വന്തം കൃപയാലും ആ പ്രവൃത്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ പർപ്പസിനാലും, ദൈവത്തിൻ്റെ എന്തിനാലും? പർപ്പസിനാലും കൃപയാലും. ആ വാക്ക് പറഞ്ഞ പർപ്പസ് ആൻഡ് ഗ്രേസ്. എന്നിട്ട് പറ പർപ്പസ് ആൻഡ് ഗ്രേസ്. വചനത്തോട് നമ്മൾ നന്നായിട്ട് പ്രതികരിക്കും തോറും വചനം നമ്മോട് പ്രതികരിക്കും. ആമേൻ. വചനത്തോട് നമ്മൾ എത്രത്തോളം റിസപ്റ്റീവ് ആകുന്നു അതുപോലെ വചനം നമ്മോട് സംസാരിക്കും. നമ്മൾ എത്രത്തോളം ഒരു വ്യക്തിയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അത്രത്തോളം വ്യക്തി സംസാരിക്കത്തില്ലേ? മൈൻഡ് ചെയ്ത പോലെ കേൾക്കുമോ? നിൽക്കുമോ? സംസാരിക്കുമോ? ഇല്ല. പക്ഷെ വചനത്തോട് നമ്മളൊന്ന് പ്രതികരിച്ചാൽ അത് നമ്മോട് സംസാരിക്കും. ഇതിനകത്ത് സൂപ്പർ നാച്ചുറൽ ഹീലിങ്ങുകൾ ഇതിനകത്തുണ്ടാകും. പ്രകൃതിയാതീതമായ അത്ഭുതങ്ങൾ ഇതിനകത്തുണ്ടാകും. ഞാനത് പ്രതീക്ഷിക്കുകയാണ്. പ്രകൃതിയാതീതമായ അത്ഭുതങ്ങൾ ഇതിനകത്തുണ്ടാകും. അപ്പൊ നമ്മെ രക്ഷിച്ച ദൈവം, നമ്മെ വിശുദ്ധ വിളിക്കായി വിളിച്ച ദൈവം നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല, നമ്മുടെ സ്വന്തം പ്രവൃത്തി കൊണ്ടല്ല നമ്മെ വിളിച്ചത്. ഒരു പർപ്പസിന് വേണ്ടിയാണ്. ഒരു പർപ്പസിന് വേണ്ടിയാണ്. അത് കൃപയാലാണ്. അതൊരു പർപ്പസിനായിരുന്നു. അതൊരു കൃപയാലാണ്. which was given as Christ Jesus before the world began. എന്ന് പറഞ്ഞാൽ ക്രിസ്തുയേശു മുഖാന്തരം നമുക്കിത് ലഭിച്ചു. എപ്പോഴാണ് ലഭിച്ചതെന്നറിയോ? നാം ജനിച്ചതിന് ശേഷമെന്നല്ല, യേശു ക്രിസ്തു കാൽവറിയിൽ ക്രൂശിക്കപ്പെട്ടതിന് ശേഷമെന്നല്ല, യേശു ഭൂമിയിൽ വന്നതിന് ശേഷമെന്നല്ല, കാലത്തിനും സമയത്തിനും ഭൂമിക്കും അടിസ്ഥാനം ഇടുന്നതിന് മുൻപേ ഈ ഗ്രേസ് നിന്റെ മേൽ വന്നു. ഈ വിശുദ്ധ വിളി നിന്റെ മേൽ വന്നു. അവൻ പറഞ്ഞില്ലല്ലോ, അവൻ പറഞ്ഞില്ലല്ലോ. നീ ജനിച്ചതിന് ശേഷമല്ല ഈ വിശുദ്ധ വിളി വന്നത്. ആണോ? 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 ദൈവം നമ്മെ രക്ഷിച്ചത് യേശു കാൽവറി വന്നതിന് ശേഷമാണോ? ആരൊക്കെയോ പറയുന്നു യേശു ക്രൂശിൽ വന്നത് കൊണ്ടാണ് രക്ഷ ലഭിച്ചത്. അല്ല, പാപത്തിൽ ആദാം വീഴുന്നതിന് മുൻപേ എന്റെ രക്ഷ അവിടെ ഉണ്ടായിരുന്നു. ആദാം പാപത്തിന് വീഴുന്നതിന് മുൻപേ എന്റെ വിശുദ്ധ വിളി അവിടെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? സൂര്യൻ ഉണ്ടാകുന്നതിന് മുൻപേ നമ്മുടെ വിളി ഉണ്ടായിരുന്നെങ്കിൽ സൂര്യനാണോ വലുത്, നീയാണോ വലുത്? അയ്യോ, ആമേൻ പറഞ്ഞില്ലല്ലോ. ഒന്നുകൂടെ പറയാം. കാലഘട്ടങ്ങളെ നിശ്ചയിക്കുന്ന സൂര്യനും ചന്ദ്രനും ഉണ്ടാകുന്നതിന് മുൻപ് എന്റെ വിശുദ്ധ വിളിയും എന്റെ രക്ഷയും ഉണ്ടെങ്കിൽ സൂര്യനാണോ വലുതും നീയാണോ വലുത്? Who have the pure legacy? ആർക്കാണ് പാരമ്പര്യമുള്ളത്? ആർക്കാണ് ലെഗസി ഉള്ളത്? ഇന്ന് സൂര്യൻ നാണം കെടട്ടെ, ഇന്ന് ചന്ദ്രൻ നാണം കെടട്ടെ. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി സൂര്യൻ ഡെമോയായെന്ന് ഞങ്ങളുടെ പിതാവ് പ്രസംഗിക്കുന്നത് പോലെ ഇന്ന് ഞങ്ങൾ പറയുന്നു നിശ്ചലമാകുകയാണ്. കാലഘട്ടങ്ങൾ തിരിയുന്നു, കാലഘട്ടങ്ങൾ തിരിയുന്നു. ആദാം വീണതിന് ശേഷം വന്നതല്ല നമ്മുടെ രക്ഷ. ആണോ? ആണോ? ആദാം ഹവ്വയും ഫലം പറിച്ച് കഴിച്ചതുകൊണ്ടാണോ നമ്മുടെ രക്ഷ വന്നത്? ആണോ?
ഹവ്വ തോട്ടത്തിൽ നിന്ന് പുറത്ത്, ആദാം ഹവ്വയും തോട്ടത്തിൽ നിന്ന് പുറത്തായോണ്ടാണോ രക്ഷ വന്നത്? അല്ല. രക്ഷയും വിശുദ്ധ വിളിയും മഹത്വത്തിന് വേണ്ടി, ഒന്നുകൂടെ പറഞ്ഞാൽ മനുഷ്യന്റെ അകത്ത് വെളിപ്പെടാനുള്ള ഗ്ലോറി, മനുഷ്യന്റെ അകത്ത് വെളിപ്പെടാനുള്ള മഹത്വത്തിന് വേണ്ടി ലോക സ്ഥാപനത്തിന് മുൻപേ അവിടെ ഉണ്ടതായിരുന്നു. യാവേ യഹി ആൻഡ് വഹി, ഇറ്റ് വാസ് ദെയർ. ഓ ശബറബൻ തരയാൻ തലറബ. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നെങ്കിൽ നിങ്ങൾ പ്രതികരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ ഇരിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? പാപം വന്നതുകൊണ്ടല്ല കൃപ വന്നത്. നമ്മുടെ മേലുള്ള വിശുദ്ധ വിളി വന്നത് ആദാം തോറ്റത് കൊണ്ടോ അത് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം ഈ വിശുദ്ധ വിളി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തെ ഭൂമിയിൽ വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം എന്നെ ജനിപ്പിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നു. ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ ട്യൂബ് ലൈറ്റുകൾ ഓൺ ആകുന്നത് പോലെ അവിടെ ചിലത് കത്തുന്നുണ്ട്. അന്യഭാഷയെ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് കത്തും. ആത്മാവിനെ ഒന്ന് റിലീസ് ചെയ്താൽ പെട്ടെന്ന് കത്തും. അപ്പൊ ആദാം നമ്മളായിട്ടൊരു ബന്ധമുണ്ടോ? പിന്നെ എന്തിനാ നീ ആദാമിന്റെ ഹിസ്റ്ററിക്കകത്ത് നിന്റെ പേര് പിടിച്ചിടുന്നത്? പൗലോസ് ചോദിക്കുന്ന ചോദ്യമാണ്. പൗലോസ് നമ്മോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിന്നെ വിളിച്ച വിശുദ്ധ വിളി, നിന്റെ മേലുള്ള കൃപ ആദാമുമായിട്ട് ബന്ധമുള്ളതല്ലെന്ന്. ഈ കാലഘട്ടങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപേ, ലോകമുണ്ടാകുന്നതിന് മുൻപേ, ഭൂമിയുടെ അടിസ്ഥാനത്തിന് മുമ്പേ നിന്റെ മേലുള്ളപ്പോൾ നീ എന്തിന് നിന്റെ പേര് മരണത്തിന്റെ ഹിസ്റ്ററിയിൽ എഴുതി വെക്കുന്നു? നീ എന്തിന് നിന്റെ പേര് ആദാമിന്റെ ഹിസ്റ്ററിയിൽ എഴുതി വെക്കുന്നു? ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഈ വാക്യം പൗലോസ് എഴുതുന്നത് സഭയ്ക്ക് വേണ്ടിയല്ല. ആർക്ക് വേണ്ടിയെന്നറിയോ? ആർക്ക് വേണ്ടിയാ? നമ്മൾ ഏത് ബുക്കാ വായിച്ചേ? ആർക്ക് വേണ്ടിയാ? നിങ്ങൾ ഭയങ്കര സ്ലോ ആണല്ലോ. ആർക്ക് വേണ്ടിയാ? പറഞ്ഞോ, ആർക്ക് വേണ്ടിയാ? ഞാൻ പൗലോസിനോട് ചോദിച്ചു, പൗലോസ് ഇത്രയും വലിയ ട്രൂത്ത് എന്തുകൊണ്ട് റോമാ സഭയ്ക്ക് കൊടുത്തുകൂടാ? ഇത്രയും വലിയ ട്രൂത്ത് എന്തുകൊണ്ട്? സഭയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പല ഐറ്റങ്ങളും ഉണ്ട്, ഇല്ലേ? നമുക്കറിയാം സഭയെന്ന് പറഞ്ഞതിനകത്ത് പല ഐറ്റങ്ങളും ഉണ്ട്. പക്ഷെ അങ്ങനെയാണ്. സഭയെന്ന് പറഞ്ഞതിനകത്ത് പല ഐറ്റങ്ങളും ഉണ്ട്. ഇത് സഭയ്ക്കകത്ത് കൊടുക്കാനല്ല, ഇത് മക്കൾക്ക് കൊടുക്കാനുള്ളതാണ്. പൗലോസ് പറയും, എൻ്റെ മകനായ തീമോഥെയോസേ, ഇത് മക്കൾക്ക് കൊടുക്കേണ്ട ട്രൂത്താണ്. ഇതിനകത്ത് ദൈവ മക്കൾ ഉണ്ടെങ്കിൽ, ഇതിനകത്ത് ദൈവത്തിന്റെ മക്കൾ ഉണ്ടെങ്കിൽ അവരുടെ ശബ്ദം ഒന്ന് കേൾക്കട്ടെ. യാവേ എന്നൊന്ന് വിളിക്കാമോ? ഇന്ന് നമ്മുടെ സ്തുതിയുടെ ശൈലി മാറാണ്. ഇനി നമ്മൾ അങ്ങോട്ട് വചനം കേൾക്കുമ്പോൾ ഹല്ലേലൂയയ്ക്ക് പകരം എന്ത് പറയും? യാവേ. യാവേ. ഹല്ലേലൂയയ്ക്ക് പകരം എന്ത് പറയും? യാവേ. യഹി ആൻഡ് വഹി, that there is and there was. അവന്റെ അക്ഷരം എന്ന് പറയുന്നത് ആൽഫയും ഒമേഗയുമാണ്. അലിഫ് ആൻഡ് ടോഫ്. എബ്രായ അക്ഷരമാലയിൽ ആദ്യത്തതും അവസാനത്തതും, the first and last. അപ്പോൾ കൃപയും വിശുദ്ധ വിളിയും വീഴ്ചയാൽ വന്നതല്ല, മഹത്വത്തിന്റെ പ്രോഡക്റ്റ് ആണ്. നമ്മുടെ മേലുള്ള ദൈവിക വിളിയും നമ്മുടെ മേലുള്ള കൃപയും വീഴ്ചയ്ക്ക് ശേഷം ഉണ്ടായതല്ല. അമ്മയുടെ ഉദരത്തിൽ ഞാൻ ജനിക്കുമ്പോൾ ഉണ്ടായതല്ല. ഈ ലോകം പണിയപ്പെടുന്നതിന് മുൻപ്, ഞാൻ കാണുന്ന ഈ പ്രകൃതി പണിയപ്പെടുന്നതിന് മുമ്പ്, എന്നെ വിഴുങ്ങുമെന്ന് പറയുന്ന ഈ സമുദ്രം പണിയപ്പെടുന്നതിന് മുമ്പ്, നമ്മൾ യോനെ ഭയങ്കര കുറ്റം പറയുകയാണ്. യോന ദൈവത്തിന്റെ ഹൃദയപ്രകാരം നടന്നവനല്ല, വേറെ വഴിക്ക് പോയി. ഒത്തിരി കാര്യമുണ്ട്. പക്ഷേ ആ യോന ഓക്സിജൻ മാസ്ക് ഇല്ലാതെ 3 ദിവസം കടലിനകത്ത് ജീവിച്ചെന്നു. തിമിംഗലത്തിന്റെ വയറ്റിൽ ഓക്സിജൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഒന്നുമില്ലായിരുന്നു. പക്ഷെ 3 ദിവസം എങ്ങനെ വെള്ളത്തിനകത്ത് അവൻ ജീവിച്ചേ? നമ്മൾ കുറ്റം പറയാൻ ഭയങ്കര പറയും, യോന ശരിയല്ലത്. പക്ഷെ എങ്ങനായി 3 ദിവസം ഒരു മനുഷ്യൻ വെള്ളത്തിനകത്ത് ജീവിച്ചേ? അവനറിയാം ഈ വെള്ളം ഉണ്ടാകുന്നതിന് മുമ്പ് എന്റെ മേലൊരു there is a holy calling upon you. ഒരു വിശുദ്ധ വിളി നിന്റെ മേലുണ്ട്. ഒരു കൃപ നിന്റെ മേലുണ്ട്. ഒരു വിശുദ്ധ വിളി നിന്റെ മേലുണ്ട്. ഭൂമി അകത്തിരുന്ന് ഉളവാകുന്നതിന് മുമ്പേ there is a holy calling upon me. എന്റെ മേലൊരു വിശുദ്ധ വിളിയുണ്ട്. There is a grace upon me. വചനമാണെങ്കിൽ സ്വീകരിക്കണം. എന്റെ വാക്കാണെങ്കിൽ സ്വീകരിക്കരുത്. വചനമാണ് ഈ പകൽ സ്വീകരിക്കണം. എന്റെ മേലുള്ള വിശുദ്ധ വിളി
ലോക സ്ഥാപനത്തിന് മുമ്പാണ്. ഇന്നെല്ലാം എഴുത്തുകളും പൊളിക്കണം. ഞാൻ ആദാമിന്റെ മകനല്ല, ഞാൻ ഗ്ലോറിയുടെ പ്രോഡക്റ്റ് ആണ്. ഇത് നിങ്ങൾക്ക് വിശ്വസിച്ചേ മതിയാകൂ. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതിയാകൂ? അടുത്തിരുന്ന രണ്ടുപേരുടെ കൈ കൊടുത്ത് പറ, വിശ്വസിച്ചേ മതിയാകൂ. പറ, വിശ്വസിച്ചേ മതിയാകൂ. വിശ്വസിച്ചേ, 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 വിശ്വസിച്ചേ. ഈ ശരീരത്തിന് നമുക്ക് അപ്പനും അമ്മയും ഉണ്ട് അല്ലേ? ശരീരത്തിന് അപ്പനും അമ്മയും ഉണ്ടല്ലോ, ഉണ്ട്. ഞാൻ വിശ്വസിച്ചത് കൊണ്ടാണോ എൻ്റെ അപ്പൻ്റെ പേര് അശോകൻ എന്നാണ്? ഞാൻ വിശ്വസിച്ചത് കൊണ്ടാണോ ഞാൻ അശോകന്റെ മകനായത്? ഞാൻ ജനിച്ചത് കൊണ്ട് വിശ്വസിക്കേണ്ടി വന്നതാണോ? ഒന്നുകൂടെ പറയാം കേട്ടോ. ഞാൻ വിശ്വസിച്ചത് കൊണ്ടാണോ ഞാൻ അപ്പന്റെ മകനായിട്ട് ജനിച്ചത്? അത് ജനിച്ചത് കൊണ്ട് വിശ്വസിക്കേണ്ടി വന്നതാണോ? ഏതാ സത്യം? ജനിച്ചത് കൊണ്ട് വിശ്വസിക്കേണ്ടി വന്നു. ജനിച്ചത് കൊണ്ട് വിശ്വസിക്കേണ്ടി. അതാണോ സത്യം? നിങ്ങൾ ജനിക്കപ്പെട്ടെങ്കിൽ ഇത് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. ഈ ഫെയ്ത്ത് നിന്റെ അകത്ത് ബിൽഡപ്പ് ആകുകയാണ്. അൺകറപ്റ്റബിൾ സീഡ് നിന്റെ അകത്തുണ്ടെങ്കിൽ അത് വളരാൻ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് എന്നോട് പറഞ്ഞു, ഈ നിക്ഷേപിക്കപ്പെട്ട വിത്തിന്റെ കൊയ്ത്തിന്റെ കാലത്തിലാ മോനെ നീ കാൽ വെച്ചിരിക്കുന്നത്. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നു, നിന്റെ അകത്ത് അൺകറപ്റ്റബിൾ സീഡ് ഉണ്ട്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതും അനശ്വരമായ വിത്തിനാൽ ഞാൻ ജനിക്കപ്പെട്ടെങ്കിൽ ആ വിത്തിന്റെ കൊയ്ത്തിലേക്ക് ഒന്ന് എഴുന്നേറ്റൊന്ന് കാലെടുത്ത് മുമ്പിലോട്ട് വെക്കാമോ? ഓടാൻ പറ്റുമെങ്കിൽ ഓടിക്കോ. ആ കൊയ്ത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. അത് ജീവന്റെ വിത്ത്, അത് ജീവന്റെ വിത്ത്, അത് ഇറ്റ്സ് എ സീഡ് ഓഫ് ലൈഫ്. അത് മലിനമാകാത്ത വിത്ത്, അത് മലിനമാകാത്ത വിത്ത്. അൺകറപ്റ്റബിൾ ആണ്, അൺപൊല്യൂട്ടഡ് ആണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നീ വിശ്വസിച്ചത് കൊണ്ടാണോ ദൈവത്തിന്റെ മകനായത്, അതോ ദൈവത്തിന്റെ മകനായോണ്ടാണോ നീ ജനിച്ചത്? കേട്ടില്ല. ഈ മതവും ജാതി ഇതെല്ലാം മനുഷ്യൻ ഉണ്ടാക്കിയാണ്. അതൊക്കെ വിട്ട് ആ ഫ്രെയിമിന് ഔട്ട് ചെയ്ത് ചിന്തിക്കുക. ക്രിസ്ത്യാനിയും മുസൽമാനും ഹിന്ദു എല്ലാം മനുഷ്യ ഉണ്ടാക്കിയതാ. ആ ഫ്രെയിമിനെ പൊളിച്ചിട്ട് ചിന്തിക്കുക, ഞാൻ വിശ്വസിച്ചത് കൊണ്ട് ഞാൻ ദൈവത്തിന്റെ മകനായോ, അതോ ഞാൻ ദൈവത്തിന്റെ മകനായോണ്ട് ജനിക്കപ്പെട്ടോ? കമോൺ. പിടി കിട്ടുന്നുണ്ടോ? ചിലരെ കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്, മനസ്സിലാവുന്നുണ്ടോ? ആ ഉദാഹരണം ഒന്നുകൂടെ പറയാം. നിങ്ങൾ നിങ്ങളുടെ അപ്പന്റെ അമ്മയുടെ മകനായിട്ട് ജനിച്ചത് നീ വിശ്വസിച്ചുകൊണ്ടാണോ? ആണോ എബി? നീ വിശ്വസിച്ചുകൊണ്ടാണോ? അല്ല. വിശ്വസിച്ചത് കൊണ്ടല്ല അവൻ ജനിച്ചത്, അവൻ ജനിക്കപ്പെട്ടത് കൊണ്ട് വിശ്വസിക്കേണ്ടി വന്നു. That's the truth. സത്യമാണ് പ്രസംഗിക്കുന്നത്, സത്യമാണ് പ്രവചിക്കുന്നത്. നിന്റെ സാഹചര്യത്തെ നോക്കി ഞാൻ പറയട്ടെ. നീ പറയുന്നു നിന്റെ ഒന്നുമില്ല, നീ പറയുന്നു. ഞാൻ പറയട്ടെ, നീ കാണുക, നീ വിശ്വസിക്കുക. ജനിക്കപ്പെട്ടത് കൊണ്ട് നിനക്ക് വിശ്വസിക്കേണ്ടി വന്നതുപോലെ ഞാൻ വിശ്വസിച്ചത് കൊണ്ട് ദൈവത്തിന്റെ മകനായതല്ല. ഞാൻ ജനിക്കപ്പെട്ടത് കൊണ്ട് എനിക്കത് വിശ്വസിച്ചേ മതിയാകൂ. ഞാൻ ജനിക്കപ്പെട്ടത് കൊണ്ട് ഞാൻ അപ്പന്റെ മകനാണെന്ന്. എടാ, ദൈവമില്ലെന്ന് പറയുന്ന നിരീശ്വരവാദിയെ, നീ ജനിക്കപ്പെട്ടത് ദൈവത്തിൽ നിന്നാണ്. നിന്റെ അകത്തിരിക്കുന്ന ഈ ആത്മാവ് ദൈവത്തിന്റെ വകയാണ്. നിന്റെ അകത്തിരിക്കുന്നതിന്റെ സോഴ്സ് ദൈവമാണ്. ഞാനിങ്ങനെ പറയാറുണ്ട്, കല്ലുകളുടെ മുമ്പിലും മരങ്ങളുടെ മുമ്പിലും പോയി നിന്ന് ആരാധിക്കുന്നവരെ, നിങ്ങൾക്കറിയോ ആ മരത്തിനോ കല്ലിനോ ശക്തി ഉണ്ടായിട്ടല്ല, നിന്റെ ശക്തി ആ മരം ഉപയോഗിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? 1000 പേർ വന്നിരുന്ന് ഈ തൂണിനെ നോക്കി തൊഴുകയാണെങ്കിൽ 1000 പേരുടെ ശക്തി എങ്ങോട്ട് പോവുകയാണ്? There is a positive energy. എല്ലാ മനുഷ്യന്റെ അകത്തും ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. എല്ലാ മനുഷ്യന്റെ മുമ്പിലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആത്മാവിൽ കാണുക. ഫിസിക്സ് പഠിച്ചവരെ ആത്മാവിൽ ഫിസിക്സിനെ കൊണ്ടുവരണം എല്ലാ മനുഷ്യന്റെ മുമ്പിലും. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി അറിയാം, ഈ ഒത്തിരി മാസങ്ങൾ നമ്മളൊരു വീട്ടിൽ പോകാതിരുന്നാൽ ആ വീടിനകത്തൊരു മൂകതയില്ലേ? നമ്മളൊരു 1-2 വർഷം ഒരു വീട്ടിൽ കയറുന്നില്ല, അതിനകത്തുണ്ടാകുന്ന മൂകത ആരെങ്കിലും ക്രിയേറ്റ് ചെയ്തതാണോ? അവിടെ വല കെട്ടും, അവിടെ ഒരു ഇരുട്ടുണ്ടാകും. ശരിയല്ലേ? ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ കണ്ട സിനിമയും കേട്ട വാർത്തയും ഭൂതം അവിടെ ഉണ്ടെന്ന് പറയും. ഭൂതം അവിടെ ഉണ്ടെന്ന് പറയും.
ഒരു നെഗറ്റീവ് എനർജി അവിടെ ഉണ്ട്. അത് എന്തുകൊണ്ടെന്നറിയോ? മനുഷ്യന്റെ പോസിറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ വന്നിട്ടില്ല. സത്യമാണെങ്കിൽ ആമേൻ പറയണം. ഒരേ വീട് നിങ്ങൾ 2 മാസം ഇരുന്നില്ലെങ്കിൽ അവിടെ അതിനകത്തൊരു മൂകതയുണ്ടാകും. പക്ഷെ അതേ വീട്ടിൽ നിങ്ങൾ സ്ഥിരം താമസിക്കുമ്പോഴോ അതാ മനുഷ്യന്റെ മേൽ ഇതെല്ലാം ഉണ്ടെന്ന്. അത് ക്രിസ്ത്യാനി ആവണമെന്നില്ല. ഇത് പറയുമ്പോൾ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ സത്യം പറയും. സത്യം പറയും. എൻ്റെ സഹോദരങ്ങളെ, മതത്തിന്റെ കെട്ടിനകത്ത് കിടന്നാലും ഞാൻ പറയും നീ ദൈവത്തിന്റെ മകനാണ്. നമുക്കിതാ കുഴപ്പം. നമുക്കൊരു മോൻ വന്നാൽ പറയും നീ ഇവിടെ ഇരിക്കണം, ഇത്രയും വർഷത്തെ പോലെ ഞാൻ ചെയ്തതുപോലെ നീ കൈയടിക്കണം, എല്ലാത്തിനും ആമേൻ പറയണം, അപ്പോൾ നീ മകനായി മാറും. അവരോട് എനിക്ക് തിരിച്ചൊരു ചോദ്യം, നീ വിശ്വസിച്ചാണോ നിന്റെ അപ്പന്റെ മോനായത്? അല്ല, വന്നതുകൊണ്ട് വിശ്വസിക്കേണ്ടി വന്നു. നമ്മൾ ഉണ്ടാക്കിയ ചട്ടക്കൂടുകളാണ്. ഒരുത്തനെ വെളിയിൽ കൊണ്ടുവന്ന് നീ കുറച്ച് നേരം ഇവിടെ ഇരിക്കണം, നമ്മൾ എല്ലാം ഇങ്ങനെ മീറ്റിംഗ് ഇങ്ങനെ എന്നാൽ മാത്രമേ നീ ദൈവത്തിന്റെ മകനാകും. നോ, അവൻ അപ്പന്റെ മകനാണ്. ഒരു ഭയങ്കര ഗോസ്പൽ ഈ പട്ടണത്തിൽ വെളിപ്പെടാൻ പോവാണ്. നമ്മുടെ സഹോദരങ്ങളെല്ലാം ഇതിനകത്ത് കയറാൻ പോവാണ്. നമ്മുടെ സഹോദരങ്ങൾ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, നീ ദൈവത്തിന്റെ മകനാണ്. നിന്നെ ആരെന്തൊക്കെ പറഞ്ഞാലും, നിന്റെ മതത്തിന്റെ കുരുക്കിനകത്ത് കുരുക്കിയാലും ഞാൻ പറയാം, യു ആർ ദ സൺ ഓഫ് ഗോഡ്. നീ കാരണം നിന്റെ ഉദ്ഭവം ദൈവത്തിൽ നിന്നാണ്, നിന്റെ ജനനം ആത്മാവിൽ നിന്നാണ്. നമുക്കിതാ കുഴപ്പം. നമ്മൾ ഒരാളെ കൊണ്ടുവന്ന നമ്മൾ ഇത്രയും വർഷം ഇരുന്നില്ലേ, നമ്മൾ ഇത്രയും വർഷം, അതുപോലെ നിങ്ങളും വന്നിരുന്ന് എന്നാൽ മാത്രം നിങ്ങൾ ഇങ്ങനെ വിശ്വസിച്ചാൽ മാത്രമേ ആരാകത്തുള്ളൂ. വിശ്വസിച്ചത് കൊണ്ടല്ല മകനായത്, മകനായത് കൊണ്ടാണ് നിനക്ക് വിശ്വസിക്കേണ്ടി വന്നത്. ആമേൻ, ആമേൻ. എനിക്കറിയാം ഇത് അങ്ങനെ തിരിച്ചും മറിച്ചും കേൾക്കുന്നതുകൊണ്ട് കത്താത്തവരുണ്ട്. പതുക്കെ പറയാം, തിരിച്ചു പറഞ്ഞോണം. വിശ്വസിച്ചത് കൊണ്ടല്ല. അയ്യോ, നിങ്ങളുടെ ശബ്ദം കേട്ടില്ല. വിശ്വസിച്ചത് കൊണ്ടല്ല, വിശ്വസിച്ചത് കൊണ്ടല്ല ഞാൻ ജനിക്കപ്പെട്ടത്. ഞാൻ ജനിച്ചത് കൊണ്ട് എനിക്ക് വിശ്വസിക്കേണ്ടി വന്നു. മനസ്സിലായോ? 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 അപ്പൊ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ജനിച്ചത് എങ്കിൽ ഈ സത്യം വിശ്വസിച്ചേ പറ്റൂ. ഭൂമിയിൽ മനുഷ്യനായി പിറന്നവനെല്ലാം ദൈവത്തിന്റെ മോനാണ്. ദൈവം ഇല്ലെന്ന് പറയുന്ന മൂഢനായാലും, ദൈവം ഇല്ലെന്ന് പറയുന്ന നിരീശ്വരവാദിയായാലും എനിക്കൊന്നേ പറയാനുള്ളൂ, നീ എൻ്റെ സഹോദരനാണ്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും പ്രിൻസിപ്പാലിറ്റീസിനോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. നിന്നെ കൊല്ലും, നിന്നെ തീയിലിടും, നിന്നെ വെട്ടും, നിനക്ക് വേണ്ടി നരകമുണ്ടെന്ന് നഗരമല്ല നരകമുണ്ടെന്ന് പറയുന്നവർ. അവരോട് എനിക്കൊരു വാക്ക് പറയാനുണ്ട്, എന്റെ സഹോദരനെ തീയിൽ വിടാൻ ഈ ജനറേഷൻ അനുവദിക്കില്ല. കമോൺ, ഈ തലമുറയുടെ ശബ്ദമുണ്ടെങ്കിൽ പറഞ്ഞേ, എന്റെ തലമുറയിൽ ഒരെണ്ണത്തെ പോലും നരകത്തിൽ പോകാൻ ഞാൻ അനുവദിക്കില്ല. ബിക്കോസ് അവൻ എന്റെ സഹോദരനാണ്, എന്റെ മാംസത്തിന്റെ വകയാണ്, എന്റെ രക്തത്തിന്റെ ബന്ധമാണ്. ഇതാണ് സുവിശേഷം. ഇത് പ്രസംഗിക്കപ്പെടണം. ഇതാണ് സത്യം. ഇതാണ് സത്യം. നമ്മുടെ ശരീരം പോലും നിഴലായി പറയുന്നു, ഞാൻ ദൈവത്തിന്റെ മകനായി ജനിക്കപ്പെട്ടു പോയത് കൊണ്ട് എനിക്ക് വിശ്വസിച്ചേ പറ്റൂ ഞാൻ ദൈവത്തിന്റെ മകനാണെന്ന്. അല്ലേ? അപ്പൊ നമ്മൾ മകനാണോ? 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 ഓ, മകനാണോ? ഞാൻ മകനാണെന്ന് വിശ്വസിക്കേണ്ടി വന്നു. എന്തുകൊണ്ട്? ഞാൻ ജനിക്കപ്പെട്ടു. ഈ ശരീരം എന്ന് പറയുന്നത് അപ്പന്റെയും അമ്മയുടെയും സ്നേഹത്തിന്റെ പ്രവൃത്തിയുടെ പ്രതിഫലമാണ്. ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് വർക്ക് ഓഫ് ലൈഫ്, ലവ്. സ്നേഹത്തിന്റെ പ്രവൃത്തിയുടെ റിസൾട്ടാണ് കുഞ്ഞുങ്ങൾ. ആരാണ് സ്നേഹം? യോഹന്നാനോട് ചോദിച്ചാൽ യോഹന്നാൻ പറയും, ആരാ സ്നേഹം? ആരാ സ്നേഹം? ദൈവം. സങ്കീർത്തനത്തിനൊരു വാക്യമുണ്ട്, മക്കൾ ദൈവം തരുന്ന, യാഹോവേ തരുന്ന ദാനം. അത് ക്രിസ്ത്യാനിയായ മക്കളെന്ന് ബൈബിൾ വായിച്ചിട്ടുണ്ടോ? അത് വിശ്വസിക്കുന്ന മക്കളെന്നുണ്ടോ? ഉണ്ടോ? ഏത് മക്കൾ ജനിക്കുന്നോ അത് അവന്റെ അപ്പനും അമ്മയുടെയും സ്നേഹത്തിന്റെ പ്രോഡക്റ്റ് ആണ്.
സ്നേഹത്തിന്റെ പ്രവൃത്തിയുടെ റിസൾട്ടാണ് മക്കൾ. അല്ലേ? Isn't it truth? അത് സത്യമാണോ? ആണോ? ആണോ? ഒരു അപ്പന്റെയും അമ്മയുടെയും സ്നേഹപ്രവൃത്തിയുടെ പ്രകടനമാണ് മക്കളെങ്കിൽ എങ്ങനെ എൻ്റെ ആത്മാവ് ഉണ്ടായി? ദ ട്രിയൂണിയൻ ലവ്, പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ സ്നേഹപ്രകടനത്തിന്റെ പ്രോഡക്റ്റ് ആണ് ഹുയോസായ മക്കൾ. ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾ ദൈവത്തിന്റെ പ്രോഡക്റ്റ് ആണ്. പിതാവിന്റെ സ്നേഹത്തിന്റെയും യേശുക്രിസ്തുവിന്റെ കൃപയുടെയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയുടെയും പ്രോഡക്റ്റുകളാണ് ഇതിനകത്തിരിക്കുന്നത്, റിസൾട്ടുകളാണ് ഇതിനകത്തിരിക്കുന്നത്. There is a triunion God. ഒരു ത്രിയേക ദൈവമുണ്ട്. ഇവർ തമ്മിലുള്ള സ്നേഹപ്രകടനത്തിന്റെ റിസൾട്ടാണ് നാം. Am I correct? ശരിയാണോ? 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 ശരിയാന്ന് പറഞ്ഞേ. അങ്ങനാണെങ്കിൽ ചില മുടിയ പുത്രന്മാരെ കേരളത്തിൽ നമ്മൾ സഭയിലേക്ക് തിരിച്ചു പിടിക്കാൻ പോവാണ്. സഭയ്ക്ക് പുറത്തുള്ള ഇന്ത്യക്കകത്ത് 140 കോടിയിലധികമുള്ള ജനത്തോട് നോക്കി പറയുന്നു, നിന്റെ മോതിരം വെയിറ്റിംഗ് ആണ്, നിന്റെ വസ്ത്രം വെയിറ്റിംഗ് ആണ്, നിന്റെ കാലിലിടേണ്ട ചെരുപ്പ് വെയിറ്റിംഗ് ആണ്. There is a feast waiting for you. നിനക്ക് വേണ്ടി ഒരു 140 കോടിയോളമുള്ള ജനത്തെ നോക്കി, ഇന്ത്യയുടെ ആത്മീക മണ്ഡലത്തെ നോക്കി ഈ സുവിശേഷത്തെ പ്രവചിക്കുന്നു. ഹേ പ്രോഡിഗൽ സൺ, മുടിയനായ പുത്രൻ എന്ന് പറയുന്നത് എന്റെ സഹോദര, എന്റെ അപ്പൻ ഉണ്ടാക്കിയ പുതപ്പ് നിനക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. എന്റെ മോതിരം നിനക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ചെരുപ്പ് നിനക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. മടങ്ങി വാ, മടങ്ങി വാ. Come back, come back. നിന്റെ ഉദ്ഭവത്തിലേക്ക് തിരിച്ചു വാ, നിന്റെ ജനന സ്ഥാനത്തിലേക്ക് തിരിച്ചു വാ, സത്യത്തിലേക്ക് തിരിച്ചു വാ. ഓ, ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങുന്നത് പോലെ ഭാരതമേ ഉദ്ഭവ സ്ഥാനത്തേക്ക് തിരിയ. ഹല്ലേലൂയ. അപ്പോ എന്റെ വിശുദ്ധ വിളി എപ്പോ ഉണ്ടായതാണ്? ലോകസ്ഥാപനത്തിന് മുമ്പേ. എന്റെ മേൽ വെളിപ്പെട്ട കൃപ എപ്പോഴുണ്ടായതാണ്? ഞാൻ ഏതിന്റെ പ്രോഡക്റ്റ് ആണ്? The fathership, sonship and Holy Spiritന്റെ പ്രോഡക്റ്റ് ആണ് നാം. ശരിയല്ലേ? 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 ഇങ്ങനൊരു ഗ്ലോറിയസ് ഗോസ്പലിന്റെ എക്സ്പ്ലോഷൻ. ആ വാക്ക് ഭയങ്കരമായിട്ട് മലിനപ്പെട്ടു പോയ വാക്കാണ്, എന്നാലും ആത്മാവിൽ ഞാൻ പറയുന്നു, ഇങ്ങനൊരു ഗ്ലോറിയസ് ഗോസ്പലിന്റെ എക്സ്പ്ലോഷൻ എന്റെ ജനറേഷൻ കാണാൻ പോവാണ്. നഗരം, നരകം എന്ന് പറയുന്നത് സാത്താന് വേണ്ടിയുള്ളതാണ്, എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഉള്ളതല്ല. ഇങ്ങനെ നിങ്ങൾ പരസ്പരം ശുശ്രൂഷിക്കാൻ തയ്യാറായാൽ നിന്റെ കൂട്ടുകാരി സത്യത്തിലേക്ക് കയറും, നിന്റെ ഭവനക്കാരി സത്യത്തിലേക്ക് കയറും, സകലരും ഈ ട്രൂത്തിലേക്ക് തിരിയാൻ തുടങ്ങും. ആ വാക്യ വായിച്ചതിലേക്ക്, നമ്മളെ വായിച്ച വാക്യത്തിലേക്ക് ഒന്നുകൂടെ തിരിച്ചു പോകാമോ? അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്ത നമ്മുടെ പ്രവൃത്തി നിമിത്തമല്ല. നാം പറയുന്ന നമ്മുടെ വിശ്വാസം കൊണ്ടല്ല, നമുക്ക് വിശ്വസിക്കേണ്ടി വന്നതാണ്. ഞാൻ ജനിക്കപ്പെട്ടു പോയതുകൊണ്ട്. സകല കാലത്തിന് മുൻപേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും. അവിടെ കൊടുത്തിരിക്കുന്ന അടുത്ത വാക്യം മലയാളത്തിൽ വായിച്ചേ. ഇപ്പോൾ, നന്നായിട്ട് വായിക്കും. ഇപ്പോൾ എല്ലാരും പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ മരണം നീക്കുകയും, ഇപ്പോൾ മരണം നീക്കുകയും. അപ്പൊ നമ്മുടെ മേലുള്ള വിളി എപ്പോ ഉണ്ടായെന്ന് നാം കേട്ടു, നമ്മുടെ മേലുള്ള ഗ്രേസ് എപ്പോ ഉണ്ടായെന്ന് കേട്ടു. പക്ഷെ ഈ വിളിയും കൃപയ്ക്ക് എന്തിനു വേണ്ടിയാ നമ്മൾ പഠിക്കാൻ പോവാണ്? ട്രൂത്ത് കേൾക്കാൻ റെഡിയാണോ? സത്യം കേൾക്കാൻ റെഡിയാണോ?
ഈ യേശുവിന്റെ മിനിസ്ട്രിയുടെ പ്രത്യേകത എന്തായിരുന്നു അറിയോ? എന്തുകൊണ്ട് യേശു ഇത്ര അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങി? യേശു ഭയങ്കര മിറക്കിൾ ഹീലിംഗ് മിനിസ്ട്രി ചെയ്ത ഒരാളാണ്, ഇല്ലേ? യേശു ഒത്തിരി അത്ഭുതം ചെയ്തില്ലേ? ടിപ്പ് തരാൻ പോവാണ്, ഇതൊരിക്കലും മറക്കരുത്. നമ്മളൊരു രോഗിയെ കണ്ടാൽ നമ്മൾ ആദ്യം പറയും, ഈ രോഗം എങ്ങനെ വന്നു? ഇതിന്റെ കാരണം ചിലപ്പോൾ പിതാക്കന്മാരായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന കാര്യം കൊണ്ടായിരിക്കും, അങ്ങനെയായിരിക്കും. പക്ഷെ യേശുവിന്റെ മിനിസ്ട്രിയുടെ പ്രത്യേകത, യേശു ക്രിസ്തു ഒരുവനെ കാണുമ്പോൾ അവനെ ക്രിസ്തുവിന്റെ ഭാവത്തിൽ കാണാൻ തുടങ്ങും. നമ്മൾ നേരത്തെ കേട്ട വചനമായിട്ട് ടാലി ചെയ്തോണം, നമ്മൾ നേരത്തെ കേട്ട വചനമായിട്ട് കൂട്ടിച്ചേർത്തോണം. ഇപ്പോ ഒരു മുടന്തനെ കണ്ടാൽ യേശുവിന്റെ ആദ്യ നോട്ടം അവൻ ക്രിസ്തുവാണ്, അവൻ ക്രിസ്തുവിനെ വഹിക്കുന്നവനാണ്. ഹി ഈസ് ദ ടെമ്പിൾ ഓഫ് ഹോളി സ്പിരിറ്റ്. അവൻ പരിശുദ്ധാത്മാവിന്റെ, അവൻ എൻ്റെ സഹോദരനാണെങ്കിൽ, ക്രിസ്തുവിന്റെ ഇമേജ് അവൻ്റെ അകത്തുള്ളവനാണെങ്കിൽ അവൻ ഇങ്ങനെ ഇരിക്കേണ്ടവനല്ല, അവൻ മുടന്തനാകേണ്ടവനല്ല, അവൻ കൂനി ഇരിക്കേണ്ടവനല്ല. ഇതാണ് യേശുവിന്റെ മിറക്കിൾ മിനിസ്ട്രിയുടെ പ്രത്യേകത. ട്രൈ ചെയ്ത് നോക്കണം. ഇതാണ് സത്യമെങ്കിൽ ലോകത്തിലുള്ളവരെല്ലാം ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ഞാനും അവനെ ദൈവത്തിന്റെ മക്കളെ പോലെ കാണാൻ തുടങ്ങിയാൽ ആ അപൂർണതകൾ അവന്റെ അകത്ത് നേടിയാൻ തുടങ്ങും, ആ രോഗങ്ങൾ സൗഖ്യമാകാൻ തുടങ്ങും. ക്ലിയർ ആകുന്നുണ്ടോ? ഒന്നുകൂടെ പറയാം. നമ്മളെല്ലാം ആരാണ്? ദൈവത്തിന്റെ വിശ്വസിച്ചത് കൊണ്ടായതല്ല, ജനിക്കപ്പെട്ടത് കൊണ്ട് വിശ്വസിക്കേണ്ടി വന്നതാണ്. അതാണ് സത്യമെങ്കിൽ ഒരു കാലില്ലാത്തവനെ കാണുമ്പോൾ അവനെ നോക്കണം, അവന്റെ മേലിൽ ക്രിസ്തുവിന്റെ ഇമേജ് ആണുള്ളത്. ഇനി ഞാൻ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. പൗലോസിന്റെ വാക്കിങ്ങനെയാണ്, ഇനി ഞാൻ ആരെയും, പക്ഷെ ക്രിസ്തുവിൽ ഞാൻ കാണുകയാണ്. ക്രിസ്തുവിൽ ഞാൻ കാണുകയാണെങ്കിൽ അവന് കാലില്ലാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ക്രിസ്തുവിൽ ഞാൻ കാണുമ്പോൾ അവന്റെ അകത്ത് അപൂർണത ഇല്ലല്ലോ. ക്രിസ്തുവിൽ ഞാൻ കാണുമ്പോൾ അവന്റെ അകത്ത് ദാരിദ്ര്യം ഇല്ലല്ലോ. ക്രിസ്തുവിൽ ഞാൻ കാണുമ്പോൾ അവന് കടബാധ്യത ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയാണ് യേശു ചലിച്ചത്. അങ്ങനെയാണ് യേശുവിന്റെ മിനിസ്ട്രിയുടെ പ്രത്യേകത. അപ്പോ യേശു വന്നതുകൊണ്ടാണോ രക്ഷ വന്നത്? കൺഫ്യൂഷൻ ആണോ? യേശു വന്നതുകൊണ്ടാണോ രക്ഷ വന്നത്? ആണോ? എപ്പോഴും പറയുന്നില്ലല്ലോ. നമ്മുടെ രക്ഷ എപ്പോഴാ വന്നേ? ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് ആദാം വീണോണ്ടാണോ രക്ഷ വന്നേ? അപ്പൊ യേശു വന്നതുകൊണ്ടാണോ രക്ഷ വന്നേ? നമ്മുടെ മേലുള്ള വിശുദ്ധ വിളി യേശു വന്നതിന്റെ പ്രകാരമാണോ? ഈ ഭൂമി കാണുന്ന പ്രകൃതി ഉണ്ടാകുന്നതിന് മുമ്പേ അല്ലേ? അങ്ങനെയാണ് എന്തിനാ യേശു വന്നേ? അതാണ് അടുത്ത ചോദ്യം, അല്ലേ? നമ്മുടെ മേലുള്ള വിശുദ്ധ വിളി ലോകസ്ഥാപനത്തിന് മുമ്പുള്ളതാണെങ്കിൽ നമ്മുടെ മേലുള്ള കൃപ, ഞാൻ ഒന്നുകൂടെ പറയാം, അവസാനം പ്രാർത്ഥിക്കാൻ വേണ്ടി ആരും നിൽക്കരുത്. ഈ വചനത്തെ നിങ്ങളുടെ ലൈഫിലേക്ക് സ്വീകരിച്ചോണം. ഈ വിളിയും ഈ കൃപയും ലോക സ്ഥാപനത്തിന് മുമ്പേ ഉള്ളതാണെങ്കിൽ എന്തിനാ യേശു വന്നേ? എന്തിനാ യേശു വന്നേ? നല്ല ചോദ്യമല്ലേ? നല്ല ചോദ്യമല്ലേ? അല്ലേ? അങ്ങനെ പൗലോസ് എഴുതിയിരിക്കുന്നെങ്കിൽ ഒരു ചോദ്യം പൗലോസ് വെച്ചാ, എന്തിനാ ഇങ്ങനെ? അപ്പൊ യേശു വരേണ്ട ആവശ്യമുണ്ടോ? അതിന്റെ ഉത്തരം അടുത്ത വാക്യത്തിൽ കിടപ്പുണ്ട്, നോക്കാം നമുക്ക്. യെസ്, രണ്ട് തീമോഥെയോസ് 1:9-10. He hath saved us, അവൻ നമ്മെ രക്ഷിച്ചു, and called us with an holy calling, ഒരു വിശുദ്ധ വിളിയാൽ നമ്മെ വിളിച്ചു, not according to our works, നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല, but according to his own purpose and grace, അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം കൃപയാൽ നമ്മെ വിളിച്ചു, which was given us in Christ Jesus before the world began. യേശു എന്ന പുത്രത്വ മുഖാന്തരം എനിക്കത് ലോകസ്ഥാപനത്തിന് മുമ്പേ ലഭ്യമാക്കപ്പെട്ടു. ഈ ഒരിടത്ത് ഈ 9-ാം വാക്യത്തിൽ യേശുവിനെ മനുഷ്യനെ കാണരുത്, യേശുവിനെ ഒരു പുതപ്പായി കാണണം. തന്റെ ദേഹം എന്ന തിരശ്ശീല എന്ത് ചെയ്തു? എബി ഒന്നിങ്ങി വന്നേ, ഓടിവാ. അപ്പോ ഈ വാക്യത്തിൽ യേശു ആരാണ്? ഇറ്റ്സ് എ മാന്റിൽ, ഒരു പുതപ്പാണ്. ഏതാണ് ഇത്? വ്യക്തിയായിട്ട് കാണരുത്, കാരണം നമ്മുടെ ശ്വാസമാണല്ലോ യേശു. യാഹ്വേ ഈസ് മൈ ലൈഫ്.
നമ്മുടെ 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 ശ്വാസമാണല്ലോ ദൈവം. അപ്പോൾ ഈ വാക്യത്തിനകത്ത് യേശു ആരാണ്? ഇറ്റ്സ് എ മാൻറ്റിൽ. അപ്പോൾ യേശു എന്ന പുതപ്പ്, ഇവനിപ്പോ പോലീസിന്റെ വേഷം ഇട്ടുന്ന നമുക്കറിയാം ഇവൻ ആരാണ്. ഇതിനകത്ത് ആരും പോലീസിനെ കണ്ടിട്ടില്ല. ഇവൻ ഡോക്ടറിന്റെ വേഷം ഇടുന്ന ഇവൻ ആരാണ്? അപ്പൊ യേശു എന്ന പുതപ്പ് ഇവന്റെ മേൽ കിടക്കുന്നത് കൊണ്ട് ലോക സ്ഥാപനത്തിന് മുമ്പ് ഇവന്റെ മേൽ ആ വിളി വന്നു. ശ്രദ്ധിച്ചിരിക്കണേ, ഒരു വാക്ക് പോലും മിസ്സാക്കരുത്. ഈ മാൻഡിലിനകത്ത് ഇവൻ ഇരിക്കുന്നത് കൊണ്ട് ലോക സ്ഥാപനത്തിന് മുമ്പേ ഉള്ള വിശുദ്ധ വിളിയും കൃപയും അവന്റെ മേൽ വന്നു. ഓക്കെ അല്ലേ? പക്ക. യേശു എന്ന് പറയുന്ന പുതപ്പ്, ഇറ്റ്സ് മൈ സൺഷിപ്പ്. ഇതെന്റെ പുത്രത്വമാണ്. എന്നെ ദൈവത്തിന്റെ മകനാക്കി മാറ്റിയ പുത്രത്വം. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ എൻ്റെ സ്വന്തം ശ്വാസം. കാരണം ആദാമിന്റെ മൂക്കിനകത്തൂതിയ സോയ ലൈഫ്, അതാണ് എൻ്റെ ജീവിതം, അതാണ് എൻ്റെ പുത്രത്വം. ആ പുത്രത്വത്തിനകത്ത് ലോക സ്ഥാപനത്തിന് മുൻപേ നൽകപ്പെട്ടതാണ് എൻ്റെ വിശുദ്ധ വിളി. ആ പുത്രത്വത്തിനകത്ത് ലോക സ്ഥാപനത്തിന് മുമ്പേ വെളിപ്പെട്ടതാണ് എൻ്റെ കൃപ. ദൈവത്തിന്റെ സ്നേഹത്തിനകത്ത് നിന്ന് വെളിപ്പെട്ടതാ കൃപ. മനുഷ്യൻ തോറ്റുകൊണ്ട് വെളിപ്പെട്ടതല്ല കൃപ. മനുഷ്യൻ വീണതുകൊണ്ട് വിളിക്കപ്പെട്ടതല്ല കൃപ. ആ ട്രൈയൂണിയന്റെ അകത്തുണ്ടായിരുന്ന സ്നേഹപ്രകടനമായിരുന്നു കൃപ. ഈ ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന എന്നെ നമുക്ക് അവനിലോട്ടൊന്ന് പോയിരുന്നാലോ എന്നുള്ള ഇഷ്ടമായിരുന്നു കൃപ. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന മഹാദൈവമായിരുന്ന പിതൃപുത്ര പരിശുദ്ധാത്മാവ് എന്ന ട്രൈയൂണിയൻ കമ്പനിയില്ലേ, ആ മനുഷ്യന്റെ മണ്ണുകൊണ്ടുണ്ടാക്കിയ ശരീരത്തിലോട്ടൊന്ന് കയറിയിരുന്നാലോ, അതാ കൃപ, അതാണ് ഗ്രേസ്. ഒരു ചോദ്യം ഇവിടെ പ്രധാനമാണെങ്കിൽ യേശു എന്തുകൊണ്ട് വന്നു? ലോക സ്ഥാപനത്തിന് മുമ്പേ യേശു എന്ന പുതപ്പിനകത്ത് എന്റെ വിളി ഉണ്ടെങ്കിൽ, ലോക സ്ഥാപനത്തിന് മുമ്പേ യേശു എന്ന പുതപ്പിനകത്ത് എന്റെ കോളിംഗ് ഉണ്ടെങ്കിൽ, എന്റെ ഗ്രേസ് ഉണ്ടെങ്കിൽ, എന്തിന് യേശു വന്നു? അടുത്തൊരു സത്യത്തിന്റെ ബോംബ് പൊട്ടി പുറപ്പെടുവിക്കാൻ പോവാണ്. ഇത് കുലുക്കും, ഇത് കേരളത്തെ കുലുക്കും. ഇത് സത്യമാണ് പ്രസംഗിക്കുന്നത്, ഇത് സത്യമാണ് പ്രീച്ച് ചെയ്യുന്നത്, ഇത് ട്രൂത്ത് ആണ്. ഇത് നീ വിശ്വസിച്ചുകൊണ്ടാകുന്നതല്ല, നീ ജനിക്കപ്പെട്ടതുകൊണ്ട് ഇത് വിശ്വസിച്ചേ മതിയാകൂ. നീ ജനിക്കപ്പെട്ടു പോയത് കൊണ്ട് ഇത് നിനക്ക് വിശ്വസിച്ചേ മതിയാകൂ. ആദാമേ, നിന്റെ ലിസ്റ്റിനകത്ത് എന്റെ പേര് വരാനുള്ള ഒരു കാര്യമില്ല. കാരണം എന്റെ വിളി നീ ജനിക്കുന്നതിന് മുമ്പാണ്. വീണുപോയ ആദാമേ, തോറ്റുപോയെന്ന് പറയുന്നവരെ, എന്റെ പേര് നിന്റെ ലിസ്റ്റിനകത്തില്ല. കാരണം എന്നെ വിളിച്ച വിളി ലോക സ്ഥാപനത്തിന് മുമ്പാണ്. ഏതെന്ന തോട്ടം ഉണ്ടാകുന്നതിന് മുൻപാണ് എന്റെ വിളി. എന്റെ മേൽ വിളിക്കപ്പെട്ട, എന്റെ മേൽ നൽകപ്പെട്ട കൃപ തോറ്റത് കൊണ്ടോ വീണത് കൊണ്ടോ വന്നതല്ല. ഇറ്റ്സ് ഔട്ട് ഓഫ് ഹിസ് ലവ്. അവന്റെ സ്നേഹത്തിൽ നിന്നും. കമോൺ, ഒന്ന് വിളിച്ച യാവേ, 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 യാവേ. യഹീൻ വഹി. ആ പുത്രത്വം ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഇന്ന് പ്രസംഗിക്കുമ്പോൾ, ആ പുത്രത്വം അവിടെ ഉണ്ടായിരുന്നു. ആ ദൈവിക വിശുദ്ധ വിളി ഇവിടെ ഉണ്ടെന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ, ആ വിളി അവിടെ ഉണ്ടായിരുന്നു. ആ കൃപ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ, ആ കൃപ അവിടെ ഉണ്ടായിരുന്നു. യഹീൻ വഹി. യാവേ, വ്യക്തമായി കേട്ടോ. അപ്പൊ യേശു വന്നത് എന്തിനു വേണ്ടി? 10-ാം വാക്യം നമുക്ക് വായിക്കാം. But now made manifest by the appearing of our Savior Jesus Christ. ഹിഡൻ ആയിരുന്നു, തിരശീലയ്ക്കകത്തായിരുന്നു, വെയിലിനകത്തായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു സത്യം മാനിഫെസ്റ്റഡ് ആയി. ഇരുട്ടിനകത്ത് നിന്ന് വെളിച്ചം പ്രകാശിച്ചതുപോലെ. യഹീ ആൻഡ് വഹീ. Come on, Yahweh, 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 Yahweh. വീണ്ടും വീണ്ടും ഈ സത്യം ഒന്നുകൂടെ ഞാൻ പറയാണ്. സമയം പോകാൻ വേണ്ടി പറയുന്നതല്ല, ഇത് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയാണ്. എന്റെ വിശുദ്ധ വിളി ലോക സ്ഥാപനത്തിന് മുമ്പാണ്. പറ, നന്നായിട്ട് പറ, ഒരു രാജാവിനെ പോലെ പറ. എന്റെ വിശുദ്ധ വിളി
അടുത്ത മണിക്കൂറിലൂടെ സംഭവിക്കാൻ പോകുന്നത് ഒരു സിംഹത്തിന്റെ ഗർജനം കേരളത്തിന് മുകളിൽ കേൾക്കാൻ പോവാണ്. ആമേൻ. ചില പ്രഖ്യാപനങ്ങൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അടുത്ത മണിക്കൂർ നമ്മളത് പ്രവചിക്കും. ഇന്ത്യയുടെ അറ്റ്മോസ്ഫിയർ തിരിയാണ്. ആദ്യം കേട്ട പ്രവചനം ഞാൻ വീണ്ടും പറയാം. ഇന്ന് നിങ്ങൾക്ക് കാലഘട്ടങ്ങളെ തിരിക്കാൻ പറ്റും. ഇന്ന് നിങ്ങൾക്ക്, കാരണം നീ ജനിക്കപ്പെട്ട നിന്റെ വിളി കാലഘട്ടത്തിന് മീതെയാണ്. ടൈം സോണിന് മേലാണ് നിന്റെ കൃപ. ടൈം സോണിന് മേലാണ് നിന്റെ ഹോളി കോളിംഗ്. അപ്പോ സുവിശേഷം മുഖാന്തരം it will manifested. എന്ത് ചെയ്തു? മാനിഫെസ്റ്റ് ആയി. പറഞ്ഞേ മാനിഫെസ്റ്റ് ആയി. നന്നായിട്ട് പറ മാനിഫെസ്റ്റ് ആയി. മാനിഫെസ്റ്റഡ്. നന്നായിട്ട് പറ മാനിഫെസ്റ്റഡ്. ഇറ്റ് മെയ്ഡ് മാനിഫെസ്റ്റ്. സുവിശേഷം എന്ത് ചെയ്തു? മാനിഫെസ്റ്റ് ചെയ്തു. സുവിശേഷം എന്ത് ചെയ്തു? അൺവെയിൽ ചെയ്തു. എന്ത് ചെയ്തു? അപ്പൊ നമ്മെ രക്ഷിക്കാനുള്ളതാണോ സുവിശേഷം? കേട്ടില്ല. നമ്മെ രക്ഷിക്കാനുള്ളതാണോ സുവിശേഷം? നമ്മൾ രക്ഷ ഭൂമിക്ക് മുമ്പേ വന്നതല്ലേ? അയ്യോ, ഇതിനകത്തുണ്ടോ? ഒരു സെക്കൻഡ് പോലും വിടരുത്, എനിക്ക് മൊത്തം പോയി. സുവിശേഷം എന്ന് നമ്മെ രക്ഷിക്കാനാണോ? ഈ രാത്രിയിൽ കേട്ട വചനപ്രകാരം എത്ര പേർ യേശുവിനായി നിങ്ങളുടെ ജീവിതം കൊടുക്കുന്നവരുടെ കരങ്ങളെ ഉയർത്തി. എന്തിനു വേണോ സുവിശേഷം വന്നത്? ആണോ? ആണോ? നീ കൈ പൊക്കിയത് കൊണ്ടാണോ സുവിശേഷം നിന്റെ മേൽ വന്നത്? സുവിശേഷം മറഞ്ഞിരുന്ന എന്തിനെയോ വെളിപ്പെടുത്തി. ഇറ്റ് മെയ്ഡ് മാനിഫെസ്റ്റഡ്. സുവിശേഷം എന്ത് ചെയ്തു? എന്ത് ചെയ്തു? ഇപ്പൊ സുവിശേഷം അതല്ലേ? ആണോ? അതോ ഏതോ മതത്തിൽ ഇരിക്കുന്നവനെ ഇന്ന മതത്തിൽ കൊണ്ട് പിടിച്ചുകൊണ്ട് വരുന്നതാണോ സുവിശേഷം? ആണോ? ഹെവൻലി കിങ്ഡം കുടുംബം ഒരുമിച്ച് പറ, അതല്ല സുവിശേഷം. അതല്ല സുവിശേഷം. ഏതോ ആദാം വീണത് കൊണ്ട് വന്നതാണോ സുവിശേഷം? അല്ല. എന്റെ വിളിയും കൃപയും ഒന്നും സുവിശേഷത്തിന്റെ പ്രോഡക്റ്റ് അല്ല. അതൊക്കെ പിതൃപുത്ര പരിശുദ്ധാത്മ സ്നേഹത്തിന്റെ അടയാളമാണ്. ഔട്ട് ഓഫ് ഹിസ് ലവ്, സ്നേഹത്തിൽ നിന്നും വന്നതാണ്. അപ്പോൾ എന്താ സുവിശേഷം? സുവിശേഷം ഗോസ്പൽ അൺവെയിൽഡ്, ഗോസ്പൽ മാനിഫെസ്റ്റഡ്, now made manifest by the appearing of Savior Jesus Christ. അപ്പൊ ലോക സ്ഥാപനത്തിന് മുൻപേ യേശുവിൽ ഞാൻ വിശുദ്ധ വിളിയാൽ വിളിക്കപ്പെട്ടവനാണ്, കൃപയാൽ എൻ്റെ മേൽ കൃപ വന്നവനാണ്, എല്ലാമാണ്. പക്ഷെ ഇപ്പോൾ എൻ്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ പ്രദർശനം മുഖാന്തരം, ഇപ്പോൾ എൻ്റെ രക്ഷിതാവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് മറിയയുടെ ഉദരമെടുത്ത് സ്ത്രീയുടെ സന്തതിയായി ജനിക്കപ്പെട്ടതിന് കാരണം എന്തെന്നറിയോ? ഗോസ്പൽ മെയ്ഡ് മാനിഫെസ്റ്റ് സംതിങ്. ഗോസ്പൽ എന്തിനെയോ വെളിപ്പെടുത്തി, ഗോസ്പൽ എന്തിനെയോ പ്രകടമാക്കി. ഞാൻ രക്ഷിതാവാണ് സ്വീകരിക്കുന്നത്, അതല്ല ഇവിടെ. അത് ബിബ്ലിക്കൽ അല്ല, അത് ഫേക്ക് ഗോസ്പൽ ആണ്. ഒന്നുകൂടെ പറയാം, അത് ബിബ്ലിക്കൽ അല്ല, അത് ഫേക്ക് ഗോസ്പൽ ആണ്. പക്ഷെ ഗോസ്പൽ വന്നത് എന്ത് ചെയ്തു? ആ വാക്ക് പറ, മെയ്ഡ്. യാവേ, കർത്താവിനെ സ്തുതിച്ചേ, ആ നാമത്തെ ഉയർത്തിക്കേ. യാവേ, 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 യാവേ. Revelation brings you life. വെളിപ്പാട് നിങ്ങൾക്ക് ജീവനെ നൽകുന്നു. Revelation brings elevation. വെളിപ്പാട് നിങ്ങൾക്ക് ഉയർച്ചയെ കൊണ്ടുവരുന്നു. വെളിപ്പാട് നിങ്ങളെ പറക്കത്തക്ക രീതിയിലുള്ള ചിറകുകളെ ഉണ്ടാക്കി തരുന്നു. എങ്ങനെ പകർച്ച സംഭവിക്കുന്നേ? പകർച്ച സംഭവിക്കുന്ന കൈവപ്പിനാലല്ല. കൈവപ്പിനാൽ അകത്തിരിക്കുന്നത് ജ്വലിക്കാനേ കഴിയത്തുള്ളൂ. പകർച്ച സംഭവിക്കുന്നത് ആ വ്യക്തിയിൽ നിന്ന് കേൾക്കുന്ന വെളിപ്പാടിനാലാണ്. Through the revelation, knowledge, impartation taken place. പകർച്ചയുണ്ടാകുന്നത് കൈവപ്പിനാലല്ല. കൈവപ്പിനാൽ നിന്റെ അകത്തിരിക്കുന്ന കൃപാവരം ജ്വലിക്കപ്പെടുകയാണ്. പക്ഷേ ഇംപാർട്ടേഷൻ നടക്കുന്നത് വെളിപ്പാടിലാണ്. ഗെറ്റ് റെഡി ചർച്ച്. സഭയെ പകർച്ചയ്ക്ക് വേണ്ടി തയ്യാറാകുക. സുവിശേഷം എന്തിന് ഭൂമി വന്നു? എന്റെ വലം കൈ ഉയർത്തിപ്പിടിക്കാൻ അല്ല സുവിശേഷം വന്നത്. സുവിശേഷം എന്തിനെയോ വെളിപ്പെടുത്തി. സുവിശേഷം എന്തിനെയോ അൺവെയിൽ ചെയ്തു. എന്നെ കേൾക്കാൻ പോകുന്ന സഹോദരങ്ങളെ, ഈ വീഡിയോ പിന്നീട് കേൾക്കാൻ പോകുന്ന സഹോദരങ്ങളെ, അസൂയപ്പെട്ടിട്ടോ വേർത്തിട്ടോ കാര്യമില്ല. ഇത് സത്യമാണ്, ഇത് ട്രൂത്ത് ആണ്, ഇത് ട്രൂത്ത് ആണ്, ഇത് ട്രൂത്ത് ആണ്. We are here to unveil the truth.
നമ്മൾ ഇവിടെ നിൽക്കുന്നത് സത്യത്തെ പ്രകടമാക്കാനാണ്. ശഖബറബ സിയന്തറബ. Ha ha ha. Yes, Holy Spirit, we are ready. Come on, we are ready, Holy Spirit. Come on, we are ready, Holy Spirit. Dikhabaraba siyantara. സത്യം മനസ്സിലാക്ക. ഏതോ കൺവെൻഷന് കൈപൊക്കിയതൊന്നല്ല നമ്മൾ വിശുദ്ധ വിളിയായത്. നമുക്ക് ഉണ്ടാകുന്നതിന് മുമ്പേ എന്റെ വിളി ഉണ്ടായിരുന്നേ. പക്ഷെ സുവിശേഷം made manifested, സുവിശേഷം gospel unveiled something. ഭൂമിയിൽ വന്ന സുവിശേഷം എന്തിനെയോ പ്രകടമാക്കി. ഇത് ഭൂമിയിലുണ്ടായ മഹാ സന്തോഷമാണ്. യഹൂദന്മാരെ, ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്ന മഹാ സന്തോഷമായത്. ഇത് എന്തിനെയോ വെളിപ്പെടുത്താൻ പോവുകയാണ്. അടുത്ത വാക്യമാണ് നമ്മുടെ ദൂത്. ഇറ്റ്സ് എ ട്രൂത്ത് ബോംബ്. അത് സത്യത്തിന്റെ ബോംബാണ്. ഇത് പൊട്ടിത്തെറിച്ചാൽ ഹിരോഷിമ പൊട്ടിത്തെറിക്കുന്നതിനേക്കാളും പവറാണ്. ഞാൻ പറയട്ടെ, ഇത് പൊട്ടിത്തെറിച്ചാൽ കോണ്ടിനെന്റുകൾ ഇതിന്റെ ആഘാതത്താൽ പിടിക്കപ്പെടും. ഈ ട്രൂത്ത് ബോംബ് പൊട്ടിത്തെറിച്ചാൽ ഹിരോഷിമയുടെ എഫക്റ്റ് ഇന്ന് ഉണ്ടാകുന്നെങ്കിൽ ഞാൻ പറയാം, ഈ കാലങ്ങൾ അവസാനിക്കുന്നത് വരെയും ഈ ബോംബിന്റെ എഫക്റ്റ് ഉണ്ടാകും. ഭൂമി അവസാനിക്കുന്നത് വരെയും ഈ ബോംബ് പൊട്ടിത്തെറിക്കുന്നതിന്റെ എഫക്റ്റ് ഉണ്ടാകും. എന്താണ് ആ സത്യം? Can I preach it? Can I preach it? Can I unveil it? Can I preach it? എന്താണ് ആ സത്യം? ആ സത്യം അവൻ മരണത്തെ ഇല്ലാതെയാക്കി. സുവിശേഷം പ്രകടമാക്കിയത്. There is no more death. ഇനി മരണമില്ല. ഇതെന്റെ വാക്കല്ല, പൗലോസ് തന്റെ മകൻ എഴുതിയ വാക്കാണ്. എന്റെ മകനായ തീമോഥെയോസേ, വീണ്ടും പറയാം, എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാകുന്നെങ്കിൽ ഈ വാക്ക് ഒന്നുകൂടെ വെളിപ്പാട് പറയാം. പൗലോസ് ഞങ്ങൾ ബഹുമാനിക്കുന്ന പൗലോസ് റോമർക്ക് ലേഖനത്തിൽ ഇത് എഴുതി വെച്ചില്ല. ഇതിന് ചില കാര്യങ്ങൾ എഴുതി, എന്നാൽ പൂർണ്ണമായി എഴുതിയില്ല. ഗലാത്യർക്ക് എഴുതിയില്ല, കൊലോസിയർക്ക് എഴുതിയില്ല. പക്ഷെ ആർക്കെഴുതി? അതിന്റെ സത്യം എന്തെന്നറിയോ? ഇത് സഭയ്ക്കുള്ളതല്ല, ഇത് മക്കൾക്കുള്ളതാണ്. എന്റെ മകനായ തീമോഥെയോസേ, ഇത് മക്കൾക്കുള്ള സത്യമാണ്. Gospel made manifest, who hath abolished death. മരണത്തെ അബോളിഷ് ചെയ്തു. ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നോ? നമ്മുടെ യുവാങ്കാരിസിന്റെ തലമുറ പറയാൻ പോകുന്നൊരു കാര്യമാണ്. പണ്ട് ഡിനോസർ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു മരണം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ. പിടികിട്ടില്ല, എല്ലാവർക്കും പിടികിട്ടിയില്ല. എന്റെ തലമുറകളെ ഞാൻ അങ്ങനെ കാണുന്നു. അടുത്തൊരു ലീനേജിനെ ഞാൻ അങ്ങനെ കാണുകയാണ്. ഇല്ലേ, പണ്ടൊരു ഡൈനോസർ ഉണ്ടായിരുന്നില്ലേ? കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ? പക്ഷെ എന്റെ അസ്ഥി കൂടൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇതുപോലെ പറയും. ഈ മരണം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. Abolished death. അടുത്ത വാക്യം കേട്ടോണേ. And hath brought life and immortality. ജീവനും അക്ഷയതയും തന്നു. ഈ വാക്യമൊക്കെ വായിക്കുമ്പം ഈ അക്ഷയതയൊക്കെ പറഞ്ഞ വേറെ അർത്ഥമല്ലേ? അതുകൊണ്ട് നമ്മൾ ചില അർത്ഥങ്ങൾ ഉണ്ടാക്കും. ഉണ്ടാക്കിയ ഉത്തരങ്ങളല്ല യഥാർത്ഥ ഉത്തരം. ക്രിയേറ്റ് ചെയ്ത ഉത്തരമല്ല യഥാർത്ഥ ഉത്തരം. We need to reveal the real truth, the real answer from God. ഈ തലമുറ കേൾക്കേണ്ടത് ആരോ ഇടയിൽ ക്രിയേറ്റ് ചെയ്തപ്പെട്ട ഏതോ ചോദ്യം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് നിന്ന് ക്രിയേറ്റ് ആയ ഉത്തരമല്ല. എന്ന് പറഞ്ഞാൽ കല്യാണം വീട്ടിൽ വീഞ്ഞു തീർന്നുപോയി. ക്രിയേറ്റ് ചെയ്യുന്ന ഉത്തരം പറയാം. ഈ വീട് ശാപമുള്ളതാന്ന് തോന്നുന്നു കേട്ടോ. ഇതാരാ? പ്രസംഗന്മാരെ വ്യക്തമായിട്ട് കേട്ടോ. ഇതുകൊണ്ടാണ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഉത്തരങ്ങൾ ഇന്ന് അവസാനിപ്പിച്ചോണം, ഇന്ന് നിർത്തിക്കോണം. ഒരു കാര്യം കണ്ടാൽ ഉത്തരം ഉണ്ടാക്കുകയല്ല, റിയൽ ഉത്തരത്തെ വെളിപ്പെടുത്തണം. കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയത് ആ കുടുംബം എന്തോ ശാപമാന്ന് തോന്നുന്നു കേട്ടോ. എല്ലാം ഉണ്ട്, പക്ഷെ ശപിക്കപ്പെട്ടതാ. അതല്ല സത്യം. ദൈവപുത്രന്റെ സമയത്തെ റിലീസ് ചെയ്യാൻ വേണ്ടിയാണ്.
അടയാളങ്ങളുടെ ആരംഭത്തിന് വേണ്ടിയായിരുന്നു. അതാണ് റിയൽ ആൻസർ, അതായിരുന്നു യഥാർത്ഥ ഉത്തരം. ഈ വചനത്തിലുള്ളതിനെ നിനക്ക് മനസ്സിലായില്ലെങ്കിൽ ഉത്തരത്തെ ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കരുത്. പിതാവിനോട് ചോദിക്കണം, അപ്പാ മറ നീക്കി വെളിപ്പെടുത്ത്, എന്താ അതിന്റെ സത്യം? റോമർക്ക് 2-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അക്ഷയതയും മഹത്വവും മാനവും അക്ഷയതയും അന്വേഷിക്കുന്ന ഒരു തലമുറ, ഞാൻ അവർക്ക് എന്ത് ചെയ്യും? നിത്യജീവൻ. സംശയം ഉണ്ടെങ്കിൽ എടുത്തു വെച്ച് വായിക്കണം. ലൈവിനകത്തോണ്ട് വാക്യം റോമാലേഖനം 2-ാം അധ്യായം. നിങ്ങൾ വീട്ടിൽ പോയാൽ ഈ സത്യം വായിക്കണം. റോമാലേഖനം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. നമ്മൾ ഗ്ലോറി അന്വേഷിക്കുന്നില്ലേ? അന്വേഷിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ മഹത്വം കാണുന്ന അന്വേഷിക്കുന്നില്ലേ? അടുത്ത വാക്യം പൗലോസ് പറയാണ്, സീക്ക് ഓണർ, ബഹുമാനത്തെ നമ്മൾ അന്വേഷിക്കുന്നില്ലേ? കാരണം ഗ്ലോറിക്കകത്ത് ബഹുമാനമുണ്ട്. അടുത്ത് പറയുന്ന വാക്ക്, ഞാൻ അമർത്യതയെ അന്വേഷിക്കുന്നു. അങ്ങനെ ഒരു തലമുറയ്ക്ക് വേണ്ടി ഞാൻ നിത്യജീവൻ കൊടുക്കും. അപ്പൊ നിത്യജീവനാണോ അമർത്യത? ക്ലിയർ ആണോ? നിത്യജീവനാണോ അമർത്യത? ആണോ? ആണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ അമർത്യത അന്വേഷിക്കുന്നവർക്ക് നിത്യജീവൻ രണ്ടും രണ്ടാണ്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എവർലാസ്റ്റിംഗ് ലൈഫാണ്. അത് നമ്മുടെ അകത്ത് ആരംഭിച്ച ജീവിതത്തിന്റെ പേരാണ്. ഒരിക്കലും നിത്യത എന്ന് പറഞ്ഞാൽ there is no end, അവസാനിക്കാൻ കഴിയില്ല. അമർത്യത എന്ന് പറഞ്ഞാൽ മരണമില്ലായ്മയാണ്. മരണം. അപ്പൊ സുവിശേഷം എന്തിനെയാ വെളിപ്പെടുത്തിയത്? മരണം നീക്കി അത് നമുക്ക് ജീവനും അമർത്യതയും വെളിപ്പെടുത്തി. എന്റെ വാക്കല്ല, പൗലോസ് തീമോഥെയോസിന് എഴുതി വെച്ച വാക്യമാണ്. ഇത് നീ വിശ്വസിച്ചില്ലെങ്കിൽ നീ വചനത്തെ വിശ്വസിക്കുന്നില്ല. അപ്പൊ സുവിശേഷം വന്നത് എന്തിനു വേണ്ടിയാണ്? കൃപ നൽകാനാണോ? മതം മാറ്റാനാണോ? അല്ല. സുവിശേഷം വന്നത് ഒരു സത്യത്തെ വെളിപ്പെടുത്താനാണ്. There is no death. ഇവിടെ മരണമില്ലല്ലോ, ഇവിടെ മരണമില്ലല്ലോ, ഇവിടെ ജീവനും പുനരുത്ഥാനവും ഉണ്ടല്ലോ, ഇവിടെ അക്ഷയതയുണ്ടല്ലോ, ഇവിടെ അമർത്യതയുണ്ടല്ലോ. ഇത് വെളിപ്പെടുത്തുന്നതായിരുന്നു സുവിശേഷം. ഞങ്ങൾ കണ്ടതിന് വേണ്ടി വെയിറ്റ് ചെയ്യല്ല, കാണാത്തതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇതെന്റെ വാക്കല്ല, പൗലോസിന്റെ വാക്കാണ്. ഞങ്ങൾ കണ്ടതിന് മരണം ഞങ്ങൾ കണ്ടെന്നേ, മരണം ഞങ്ങൾ കണ്ടു, പക്ഷെ കാണാത്തതോ വലുത്. കാണാത്തതോ വലുത്. കണ്ടതെന്തൊക്കെയോ ചെറുതാണ്, കാണാത്തത് വലുത്. എബ്രായർക്ക് എഴുതിയ ലേഖനം പറയുന്നു, വിശ്വാസം എന്നതോ കാണാത്ത കാര്യത്തിന്റെ നിശ്ചയം. The confidence of unseen world. കാണാത്ത കാര്യത്തിന്റെ ദൃഢനിശ്ചയം. കാണാത്തതിനെ വിശ്വസിക്കുന്നവരുടെ ഉണ്ടോ? അതോ കണ്ടതിനെ വിശ്വസിക്കുകയാണോ? അങ്ങനാണെങ്കിൽ നിങ്ങളുടെ പേര് വിശ്വാസി എന്നല്ല. അത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ തൂണുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? അതവിടെ ഉണ്ട്. അതാ ശ്രീദേവി ആന്റി പറഞ്ഞ് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അതവിടെ ഉണ്ട്, അതവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു തീ ഇറങ്ങി നിൽക്കുന്നു പറഞ്ഞാൽ ഞങ്ങൾ കാണാത്തതിന് വേണ്ടി പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ കാത്തിരിക്കുന്നു. ഈ തലമുറ മരണം കാണുകയില്ലേ? ഇല്ല പക്ഷെ നമുക്ക് എങ്ങനെയെങ്കിലും വല്ല വിധേനയും അങ്ങ് സ്വർഗത്തിൽ പോകണം. എങ്ങനെ? പൗലോസ് അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് സ്വർഗത്തിൽ പോകണമെന്നല്ലല്ലോ, വല്ല വിധേനയും ഈ മനുഷ്യരുടെ ഇടയിൽ നിന്നുള്ളൊരു പുനരുത്ഥാനം കാണണമെന്നല്ലേ. ഇതാരാ സ്വർഗത്തിൽ പോകണമെന്നാക്കിയേ? അങ്ങനെ ഒരു സാധനം ബൈബിളിൽ ഇല്ലല്ലോ. ഉണ്ടോ? രക്ഷിക്കപ്പെടുന്നവരെല്ലാം ഞാൻ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുവന്നൊരു വാക്യം ബൈബിളിലുണ്ടോ? ഉണ്ടോ? ഇത് പറയുമ്പോൾ അത് നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ ഇത് പ്രസംഗിച്ചിട്ടുണ്ടോ? ഇത് പ്രസംഗിക്കുമ്പോൾ വിഷയം ഉണ്ടാകും. എന്ത് വിഷയം ഉണ്ടായാലും ഈ തലമുറ സത്യം പ്രസംഗിക്കും. കാരണം എന്താണെന്നറിയോ?
ഈ കാണുന്ന ഭൂമി മാറിപ്പോകും, പക്ഷെ അവന്റെ വാക്കിന്, ഞാൻ പ്രസംഗിക്കുന്ന സത്യത്തിന് മാറ്റമില്ല. ഞാൻ നിൽക്കുന്ന മണ്ണ് ചിലപ്പോൾ ഒലിച്ചു പോകും, ഈ കാണുന്ന പ്രകൃതി ചിലപ്പോൾ നശിക്കും. ഇതെല്ലാം സൂര്യന്റെ കീഴെയാണ്. There is an expiry date for this. ഇതെല്ലാം ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. പക്ഷെ ഞാൻ പ്രീച്ച് ചെയ്യുന്ന സത്യത്തിന് അത് സൂര്യന്റെ കീഴിലുള്ളതല്ലല്ലോ. പറഞ്ഞേ, ജീവനും അക്ഷയതയും. ലൈഫ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി. ജീവനും അക്ഷയതയും. അപ്പോ അശോകന്റെ മകനായി ഞാൻ മാറിയത് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ജനിക്കപ്പെട്ടതല്ല, ഞാൻ ജനിച്ചതുകൊണ്ട് എനിക്ക് വിശ്വസിക്കേണ്ടി വന്നു. നീ ജനിക്കപ്പെട്ടു പോയത് കൊണ്ട് ഈ തലമുറയെ സത്യം പറയാം, നിനക്ക് ജീവനും അക്ഷയതയും വിശ്വസിച്ചേ മതിയാകും. വിശ്വസിച്ചേ മതിയാകും. ഇത് സത്യമാണ്. പലപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഞാൻ വീണ്ടും ചോദിക്കാം, ഭയങ്കര പ്രസക്തമാണ്. കല്യാണം കഴിച്ച ഭാര്യമാരെ, ഭർത്താവിനോടാണോ ഇഷ്ടം, ഭർത്താവിന്റെ സ്വത്തിനോടാണോ ഇഷ്ടം? കേട്ടില്ല? സ്വത്തിനോടൊന്ന് പറയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് മുമ്പിലോട്ടൊന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് ഡെലിവറൻസ് ഉണ്ട്. മഹത്വത്തിനകത്ത് ഡെലിവറൻസ് ഉണ്ട്. അത് നല്ല ബന്ധമല്ല. സ്വത്തിനോടാണോ ഇഷ്ടം, ഭർത്താവിനോടാണോ ഇഷ്ടം? ഇപ്പൊ പറയാം, അത് ഉൽപ്പത്തിയിലൊരു വാക്യമുണ്ട്, നിന്റെ ആഗ്രഹം ഭർത്താവ്, അത് ശാപമാണ്. അവിടെ കൊടുത്തിരിക്കുന്ന യഥാർത്ഥ വാക്ക് എന്തെന്നറിയോ? ആഗ്രഹം ഭർത്താവിനോടൊന്നല്ല, ഭർത്താവിനെ ഭരിക്കാനുള്ള ആഗ്രഹം തോന്നും. പുരുഷനും സ്ത്രീക്കും രണ്ടുപേരോടും അങ്ങോട്ടും ഇങ്ങോട്ടും ഭരിക്കാനുള്ളതല്ല, അതൊരു ഈക്വലാണ്, തുല്യതയാണ്. തുല്യതയാണ്. രണ്ട് കൈയും തുല്യമല്ലേ? എൻ്റെ രണ്ട് കൈയും അല്ലേ? എൻ്റെ രണ്ട് കണ്ണും ഈക്വൽ അല്ലേ? എൻ്റെ രണ്ട് കാത് ഈക്വൽ അല്ലേ? ഇത് പറയാണ്, ഞാൻ പറയുന്ന മാത്രം നീ കേട്ടാൽ മതി, നീ ചെവിയോട് പറഞ്ഞ എങ്ങനെ ശരിയാ? ആ വാക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സ്ത്രീക്ക് ആധിപത്യം ചെലുത്താൻ തോന്നി. അതുകൊണ്ടാണ് ഇസബേലിക് സ്പിരിറ്റ് ആക്റ്റീവ് ആകുന്ന സ്ഥലങ്ങളിലെല്ലാം അത് അഭിഷക്തന്റെ മാറമേൽ ഒരു ഭരണം ഉണ്ടാക്കും. ആദ്യം ഇന്നത് പൊട്ടുകയാണ്. അതുകൊണ്ടാണ് ഈ മഹത്വത്തിനകത്ത് പറയുന്നത്, ആദ്യം കീഴടക്കാൻ ശ്രമിക്കുക. ഭർത്താവിനോടുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പാസ്റ്റർമാർ പറയുന്ന പോലെ ഭർത്താവിനോടുള്ള ആഗ്രഹം അതൊന്നും അല്ല അവിടുത്തെ സത്യം. സത്യം ഇതാണ്, ഭരിക്കാനുള്ള മോഹം. ഭരിക്കുന്നെങ്കിൽ ഇവനെ അല്ല ഭരിക്കാൻ, ഒരുമിച്ച് ഭൂമിയെ ഭരിക്കും. ഭാര്യ ഭർത്താക്കന്മാരെ, സഹോദരൻ ഈ പരസ്പരം വാഴാനല്ല വിളിച്ചത്, ഒരുമിച്ച് ഭൂമിയെ വാഴാനാണ്. വാഴുന്ന അങ്ങനെ വാഴണം. പരസ്പരം ഭാര്യയുടെ മേൽ വാഴണമെന്നോ അല്ലെങ്കിൽ ഭർത്താവിന്, അതല്ല സത്യം. ആ വാക്കാണ് ശാപത്തിനകത്ത് വന്നത്. എന്നാൽ യഥാർത്ഥ സത്യം, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അത് ദൈവത്തിന്റെ പാറ്റേൺ ആണ്. ഈ ട്രയൂണിയൻ കമ്പനിയുടെ പാറ്റേൺ ആണ്. അത് ദൈവത്തിന്റെ ഭാവമാണ്. അതുകൊണ്ടാണ് എൻ്റെ സ്വരൂപത്തിലും ഭാവത്തിലും ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭാവമാണ്. Preach must be preached. Truth must be preached. സത്യം പ്രസംഗിക്കപ്പെട്ടേ മതിയാകൂ. മരണമില്ലെന്ന് പറഞ്ഞേ, എന്നാലും ഒത്തിരി ഇതൊക്കെയുണ്ട്. അതെങ്ങനെ ശരിയാവും? എനിക്ക് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകണം. അപ്പം ഭാര്യമാരെ, സ്വത്തിനോടുള്ള ഇഷ്ടമാണെങ്കിൽ അത് ഫേക്കാണ്, അത് ഒറിജിനൽ അല്ല. അല്ലേ? നല്ല ബന്ധമാണോ അത്? അല്ല, അത് തെറ്റായ ബന്ധമാണ്. നീ എന്തിന് കർത്താവിനെ അറിഞ്ഞു? എനിക്ക് എങ്ങനെയല്ലോ സ്വർഗത്തിൽ പോകണം. നീ തെറ്റായ സ്ഥലത്ത് വന്നിരിക്കുന്നു. എന്തിനാണ് രക്ഷിക്കപ്പെട്ടത്? അത് നമുക്ക് ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ കമ്മലുമാലയെ കൂരിയ അവിടെ ഭയങ്കര സ്വർണ്ണത്തിൽ കൂടെ നടക്കാന്ന്. തെറ്റാണ്, തെറ്റാണ്. ഭൂമിയിലെ ധനം നിന്റെ കാൽ കീഴിൽ വരും, സ്വർണം നിന്റെ കാൽ കീഴിൽ വരും. ആരും ഞെട്ടരുത്. ഒരു കാര്യം പറയാം, കോടികളിൽ അക്കൗണ്ട് വെച്ചുകൊണ്ടിരുന്ന ഒറ്റ രാത്രി നിന്റെ അക്കൗണ്ട് ക്യാൻസൽ ചെയ്യാന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ പൈസ എല്ലാം പോവും. ഞെട്ടരുത്, പേടിക്കരുത്. ലക്ഷങ്ങൾ അക്കൗണ്ട് വെച്ചിട്ടിരുന്നിട്ടെ ഒരു രാത്രി മോദി പറയുകയാണ്, ഇന്ത്യൻ സിറ്റിസൺഷിപ്പിലുള്ള എല്ലാ അക്കൗണ്ടിൽ നിന്നും 50,000 രൂപയ്ക്ക് മേലുള്ള പൈസ ഗവൺമെന്റിന് വേണ്ടി പിടിക്കുന്നെന്ന് പറഞ്ഞാൽ നിന്റെ കാര്യം തീർന്നു. പക്ഷെ ഒരു കാര്യം അറിയോ, സ്വർണത്തെ ആർക്കും മാറ്റാൻ പറ്റില്ല. ഈ RBI റിസർവ് ബാങ്കിനകത്ത് പണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയോ? സ്വർണത്തിന്റെ മൂല്യം വെച്ചിട്ടാണ്. ഒരു 1000 രൂപ നോട്ട് ഇറക്കണമെങ്കിൽ ആ 1000 രൂപയുടെ മൂല്യത്തിന്റെ സ്വർണം ഖജനാവിലേക്ക് പോകണം. റിസർവ് ബാങ്കിന്റെ സിസ്റ്റം അങ്ങനെയാണ്. സംശയം ഉണ്ടെങ്കിൽ പഠിക്കണം. ഒരു 5 ലക്ഷം രൂപയുടെ പുതിയ നോട്ട് ഇറക്കണമെങ്കിൽ ഈ 5 ലക്ഷം മൂല്യമുള്ള സ്വർണം അതിനകത്ത് പോകണം. പറ, സ്വർണം എൻ്റെ കാൽ കീഴിൽ വരും.
ഇത് പറയുമ്പോൾ പിന്നെ എന്തിനാ ഞാൻ കമ്മലുമാല ഊരി? ഇതൊക്കെ തെറ്റാണ്. ഞാൻ ജീവിച്ചതാണ് ജീവിതം. കഴിഞ്ഞ ദിവസം ഒരു അഭിഷക്തൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരു മലയുടെ മേലെ എല്ലാവരും കയറിയിട്ടില്ല. ഓരോ ജനറേഷനിലും അബ്രഹാമിന്റെ ജനറേഷൻ അബ്രഹാം മാത്രമേ കയറിയുള്ളൂ. ബാക്കി അവിടെ ഇല്ലാത്തതുകൊണ്ടാണോ? ആണോ? ഒത്തിരി ആൾക്കാരില്ലേ? ലക്ഷക്കണക്കിന് ആൾക്കാരില്ലേ? ഏലിയാവിന്റെ കാലത്ത് ഏലിയ മാത്രമേ കയറിയുള്ളൂ അല്ലേ? മോശയുടെ കാലത്ത് മോശ മാത്രമേ കയറിയുള്ളൂ. അപ്പൊ പർവ്വതത്തിൽ കയറിയ മോശയുടെ വെളിപ്പാടിനെ താഴ്വര ഇരുന്ന് ചോദ്യം ചെയ്യരുത്. ഒന്നുകൂടെ പറയാം. സത്യമാണെന്ന്, സത്യമാണ്. ഇത് സത്യത്തിന്റെ അടയാളമാണ്. ഒന്നുകൂടെ പറയാമേ. താഴ്വര ഉണ്ടോ? നിരന്ന സ്ഥലത്തിലല്ലേ പർവ്വതം ഇരിക്കുന്നത് അല്ലേ? അത് തെറ്റെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. നിന്റെ വെളിപ്പാട് തെറ്റെന്നോ കുഴപ്പമുള്ളതോ ഞങ്ങൾ പറയുന്നില്ല. നീ അങ്ങനെ ജീവിച്ചോ. കാരണം നിന്റെ മേലെ ഒരു ദൈവിക സ്വഭാവമുണ്ട്. നിനക്ക് ചൂസ് ചെയ്യാം, മരണമോ ജീവനോ. ഇതെല്ലാ തലമുറയിലും യോഹന്നാൻ പറഞ്ഞു, അല്ലെങ്കിൽ മോശ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, ഇസ്രായേൽ ജനമേ മരണവും ജീവനും നിങ്ങളുടെ മുമ്പിൽ വെച്ചു നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പം ഭൂമിയുണ്ട്, ഭൂമിയുടെ മേളിലാണ് പർവ്വതം ഇരിക്കുന്നത്. ഭൂമിയിലുള്ള വെളിപ്പാട് തെറ്റെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. പക്ഷേ ഭൂമിയിലിരുന്നു കൊണ്ട് പർവ്വതത്തിന്റെ മുകളിൽ ഇരിക്കുന്ന ഞങ്ങൾ പറയുന്ന കാര്യത്തോട് അത് തെറ്റാന്ന് പറയാൻ നിൽക്കരുത്. കാരണം പർവ്വതത്തിൽ കയറുന്നവന് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. അവന്റെ ത്വക്കിനകത്ത് തേജസ് വന്നുകൊണ്ടേയിരിക്കും. അവൻ ട്രാൻസ്ഫിഗർ ആയിക്കൊണ്ടേയിരിക്കും. അവൻ രൂപ അത് ആ കയറിപ്പോയവന്റെ വിഷയമല്ല, പർവ്വതത്തിൽ കയറിപ്പോയോണ്ടുള്ള കാര്യമാണ്. അത് വ്യക്തിയുമായിട്ടുള്ള മാറ്റർ അല്ല. അപ്പൊ താഴെ നിന്നിട്ട് അതല്ല ഇങ്ങനെയാന്ന് കുറ്റം പറയരുത്. നിങ്ങളുടെ സമയം നഷ്ടമാകും, ഞങ്ങൾ പോകും. നിങ്ങളുടെ ലൈഫ് സ്പോയിലാകും, ഞങ്ങൾ പറക്കാൻ തുടങ്ങും. മേലെ നിന്ന് പറക്കുമ്പോൾ എനിക്കിവിടെ ഇച്ചിരി തായോ എന്നാരും വിളിക്കരുത്. കയറി വാ, ഞങ്ങളുടെ കൂടെ കയറി വാ, ഈ തലമുറയുടെ കൂടെ കയറി വാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സത്യം പ്രസംഗിക്കപ്പെടണം. അപ്പൊ നമ്മുടെ ഇഷ്ടം ആരോടാണ്? യേശുവിനോട് കൂടെയാണ്. ഭൂമിയിലേക്ക് ദൈവം ആദാമിനെ ഉണ്ടാക്കിയത് എവിടെയെന്നറിയോ? ഏദൻ എവിടെ ആയിരുന്നു? അല്ലേ? ആണ്. യേശു വന്നത് എവിടെയാണ്? ആണ്. പരിശുദ്ധാത്മ വന്നത് എവിടെയാണ്? വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം ഉണ്ടായത് എവിടെയാണ്? എനിക്ക് മാത്രം സ്വർഗത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ നീ ദൈവിക ഹിതത്തിന് വിരോധമായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എന്തിനീ ജീവിതം? എനിക്ക് ജീവിതം മതിയെന്ന് പറയുമ്പോൾ യേശു പറയുന്നു, ഞാൻ നിനക്ക് ജീവനും ജീവന്റെ സമൃദ്ധി നൽകാൻ വരുന്നു. യു ആർ പ്രേയിങ് അഗെയിൻസ്റ്റ് ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഹിതത്തിന് വിരോധമായി നീ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മരിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇപ്പൊ കര ഉയർത്തിക്കോ, ഇപ്പൊ തലയെ കൈ വെച്ച് പ്രാർത്ഥിക്കോ. ഇന്ന് രാത്രി തന്നെ നിങ്ങൾക്ക് മരിക്കാൻ പ്രാർത്ഥിക്കാം. ഒരു രോഗം വന്നാൽ ഓടി എവിടെ പോകും? അമ്മ, ഈ ലോകത്തിന്റെ ജീവിതം ഭയങ്കര കഷ്ടവും പ്രയാസമാണ്. എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോയാൽ മതി. രാത്രി ആയപ്പോൾ ഒരു നെഞ്ചുവേദന, അയ്യോ ആംബുലൻസ് വിളി, പെട്ടെന്ന് ആശുപത്രി പോകണം. എന്താ കാരണം? എനിക്ക് ഇനിയും ജീവിക്കണം, മരിക്കാൻ വയ്യെന്ന്. എന്തിനാ ആശുപത്രി പോകുന്നേ? സൂക്ഷിച്ച് വണ്ടി ഓടിക്കണേ, കാരണം വണ്ടി ഇടിച്ച മരിച്ചു പോകുന്നു. പക്ഷെ മൈക്ക് കിട്ടിയ പറയുന്നതോ നമ്മൾ മരണക്കാൻ വേണ്ടി, മരണത്തിലൂടെ മഹത്വത്തിലേക്ക്. ഫേക്കാണത്. കള്ളത്തരത്തെ ഈ തലമുറ വലിച്ചു കീറുന്നു. പൊട്ടിക്കുന്ന കള്ളത്തരത്തെ. അങ്ങനാണ് കൊതിയെങ്കിൽ, മരിക്കാൻ വേണ്ടി ഇരിക്കുന്നെങ്കിൽ വീണ്ടും അവസരം തരാം. ഈ ഹോള് നിങ്ങൾക്ക് ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും തുറന്ന് കിടപ്പുണ്ട്. ലൈവിലായിരിക്കുന്നവരെ മരിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഞാൻ കല്ലേക്ക് വെച്ച് പ്രാർത്ഥിക്കാം. എല്ലാം പറഞ്ഞിട്ട് ഈ പ്രസംഗിക്കുന്നവരെ പോലും പെണ്ണി പിടിച്ചിരുത്തിട്ട് ഈ രാത്രി നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകുന്ന പ്രാർത്ഥിച്ച, അയ്യോ പക്ഷേ എൻ്റെ മോളുണ്ട്, മോളെ കല്യാണം കൂടെ കഴിഞ്ഞിട്ടൊന്ന് ഈ മക്കളെ കാര്യം ഒന്ന് കണ്ടിട്ട് എവിടെയൊക്കെ ഉള്ളിൽ ജീവിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ സത്യത്തെ മലിനപ്പെടുത്തുന്നു, സത്യത്തെ കളങ്കമാക്കുന്നു. പക്ഷെ ഈ തലമുറ പറയുകയാണ്, പൊല്യൂട്ടാകാത്തൊരു ഗോസ്പലുണ്ട്, മലിനപ്പെടാത്തൊരു സത്യമുണ്ട്. അത് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് മുഖാന്തരം അത് വെളിവായി വന്നു. അത് ജീവനും അക്ഷയതയുമാണ്. ജീവനും അക്ഷയതയും അന്വേഷിക്കുന്ന തലമുറയ്ക്ക് ഞാൻ നിത്യ ജീവനെ കൊടുക്കാം. ശരിയല്ലേ? അല്ല, മരിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്, നീ ഹോസ്പിറ്റലിൽ പോകരുത്. അകത്ത് ജീവിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ, കാരണം അത് നമ്മുടെ ആത്മാവിന്റെ കുഴപ്പമാണ്. കാരണം ആത്മാവിൽ മരണമില്ല. ദൈവത്തിന്റെ ശ്വാസത്തിന് മരണമുണ്ടോ? ഇല്ല. അത് നമ്മുടെ ശരീരം വിട്ടങ്ങ് ഡിപ്പാർട്ട് ആകുന്നുള്ളൂ. അതിന് എൻ്റെ ഉണ്ടോ? മരണമില്ല. ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പോവാണ്. വിശ്വസിക്കുക, ഞാൻ മരിക്കയില്ല. പറഞ്ഞേ, അക്ഷയത അന്വേഷിക്കും.
എന്തുകൊണ്ടാ ക്ഷയം വന്നത്? എന്തുകൊണ്ടാ ജീർണത വന്നത്? സൂര്യന്റെ കീഴിലായതുകൊണ്ടാണ്. സൂര്യന്റെ കീഴിലായതുകൊണ്ടാണ് അല്ലേ? ഞാൻ സൂര്യന്റെ വകയല്ലല്ലോ, ഞാൻ മഹത്വത്തിന്റെ വകയല്ലേ. അതുകൊണ്ട് എൻ്റെ അകത്ത് അക്ഷയത ഇല്ല. എന്തുകൊണ്ട് അക്ഷയത വരുന്നത്? നമ്മൾ ഉണ്ടാക്കുന്ന എന്ത് സാധനത്തിനും എക്സ്പയറി ഡേറ്റ് ഇല്ലേ? ഉണ്ടോ? ഉണ്ടോ? പക്ഷേ എക്സ്പയറി ഡേറ്റ് ഇല്ലാത്തൊരു സാധനമുണ്ട്. അത് ഗ്ലോറിയാണ്. ഗ്ലോറിക്ക് കീഴിലാണ് അല്ലേ? അല്ലേ? പാറയിൽ നിന്നും തേൻ പൊഴിയുന്നുണ്ട്. ആ തേനിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടോ? തേനിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടോ? അത് മറ്റൊരു സബ്ജക്റ്റാണ്. നമുക്ക് പിന്നെ അതിനോട് നമുക്ക് വിശദമായിട്ട് പോകാം. ഇത് എക്സ്പയറി ഡേറ്റ് ഇല്ലാത്ത കാര്യമാണ് മഹത്വത്തിനകത്തുള്ളത്. നീ എക്സ്പയറി ഡേറ്റിൽ വിശ്വസിക്കുന്നെങ്കിൽ നീ കാലഗതിക്കും ആകാശങ്ങളുടെ നക്ഷത്രങ്ങളുടെ പിന്നാലെ ജീവിക്കുന്നെന്ന് പൗലോസ് പറഞ്ഞില്ലേ? പണ്ട് ഞാനിങ്ങനെ അതാണ് ഈ സംഭവിക്കുന്നത്. വിശ്വാസിയായിരുന്നിട്ട് കാര്യമില്ല, ബൈബിൾ വായിച്ചിട്ട് കാര്യമില്ല. ബൈബിൾ വായിക്കേണ്ടെന്നല്ല, പ്രാർത്ഥിച്ച് അതല്ല കാര്യം. നിന്റെ ഫെയ്ത്ത് എങ്ങനെയാണോ, നിന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണോ, അതാണ് കാര്യം. The attitude determines who you are. നീ ആരെന്ന് തീരുമാനിക്കുന്നത് നിന്റെ ആറ്റിറ്റ്യൂഡാണ്. ആമേൻ, ആമേൻ, ആമേൻ. അപ്പോ പൗലോസ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ പണ്ട് ആകാശത്തിന്റെ ദേവന്മാരുടെ ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു വാക്യമുണ്ട്, സംഗീതക്കാർ റെഡിയാകുക, ശുശ്രൂഷകന്മാർ റെഡിയാകുക, പാടാൻ ആഗ്രഹമുള്ളവർ റെഡിയാകുക. ആ വാക്യം ഇങ്ങനെയാണ്. വാക്യം നമുക്ക് വായിക്കാൻ സമയം എടുക്കുന്നില്ല, വാക്യം വായിക്കേണ്ട, ഞാൻ പിന്നീട് നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുക. അവിടെ ഒരു വാക്യം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, അപ്പോസ്തല പ്രവൃത്തി 17:28-29. അതിൻ്റെ മറ്റു ട്രാൻസ്ലേഷനുകൾ നിങ്ങൾ വായിച്ചു നോക്കണം. ഈ പൊയറ്റ്സ്മാർ, അതായത് കവിമാർ ഇതിനെ വ്യാഖ്യാനിച്ച് എഴുതിയെന്നു. ഞാൻ മരിക്കയില്ല, ജീവനിലേക്ക് വരും എന്നുള്ള സത്യം കവികൾ എഴുതി. പക്ഷെ ഇപ്പോഴത്തെ ദൈവപുത്രന്മാർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? കവികൾ പാടിയെന്ന ഈ സത്യം വാക്യത്തിലുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 17:28-29 പഴയ കവികൾ. അതാ എൻ്റെ ചിന്തയിൽ ചിലപ്പോൾ ദാവീദായിരിക്കാം. ദാവീദ് മാത്രമല്ല, ഇനി അവിടെ ആൾക്കാരുണ്ടായിരുന്നേക്കാം. കവികൾ ഈ സത്യത്തെക്കുറിച്ച് എഴുതി. സംഗീത ശുശ്രൂഷയിൽ ആഗ്രഹിക്കുന്നവരെ, നിൽക്കുന്നവരെ, ഈ റെവലേഷൻ നിങ്ങൾക്കായിരിക്കും ആദ്യം തുറക്കപ്പെടുക. നിങ്ങൾ കാലഘട്ടങ്ങൾക്ക് മുകളിൽ സഞ്ചരിക്കുന്നവരാണ്. കാരണം 1000 വർഷങ്ങൾക്ക് ശേഷം വെളിപ്പെടാനുള്ളത് പോലും നീ പാടാൻ തുടങ്ങും. ഐ റിസീവ്. 1000 വർഷങ്ങൾക്ക് ശേഷം വെളിപ്പെടാനുള്ളത് പോലും ഞാൻ പാടാൻ തുടങ്ങും. അടുത്ത തലമുറകൾ കാണാൻ പോകുന്നതിനെ ഞാനിപ്പോൾ പാടി ആഘോഷിക്കാൻ തുടങ്ങും. അടുത്ത ജനറേഷൻ കാണാൻ തുടങ്ങുന്നതിനെ പാടി ആഘോഷിക്കാൻ തുടങ്ങും. മരിക്കാതെ ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ എനിക്കൊരു ചോദ്യം. ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിയത് മഹത്വം വെളിപ്പെടുത്താനാണ്. പിന്നെ ആരാ ഈ മഹത്വം വെളിപ്പെടുത്തുന്നത്? അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഡയറക്റ്റ് അങ്ങ് സ്വർഗത്തിൽ നിർമ്മിച്ചാൽ പോരെ? എന്തിനാ ഭൂമി കൊണ്ടുവന്നേ? There is a purpose. അതാണ് ലോക സ്ഥാപനത്തിന് മുമ്പേ there is a purpose and grace over me. There is a purpose and grace upon me. എൻ്റെ മേൽ അതുണ്ട്. ലോക സ്ഥാപനത്തിന് മുമ്പേ ഉള്ള സത്യമാണിത്. കാരണം മരണം വന്നത് സൂര്യൻ വന്നതുകൊണ്ടാണ്. സൂര്യന് മുമ്പുള്ള സത്യമാണിത്. അതെത്ര ഞാൻ ഇങ്ങനെ പറയുന്ന കാര്യം എന്തറിയോ? നമുക്ക് ആമേൻ ആമേൻ എന്ന് പറയുമെങ്കിലും ഈ കേൾക്കുന്ന വെളിപ്പാട് അത് ഹാർട്ട് നോളേജ് ആകണം. ഹെഡ് നോളേജ് ആയുള്ള വിഷയം എന്തറിയോ? തലക്കനം ഉണ്ടാകും. കുറേ അറിവ് കിട്ടി പ്രസംഗിക്കാൻ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇൻ ക്രൈസ്റ്റ് റെവലേഷൻ ഞാൻ 3-4 വർഷങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ മറ്റൊരു ഫാസ്റ്റിംഗ് പ്രയറിലാണ് ഈ ഇൻ ക്രൈസ്റ്റ് റെവലേഷൻ റിയൽ ആയിട്ട് എൻ്റെ ഹാർട്ട് നോളജ് ആയത്. ഹെഡ് നോളജിൽ നിന്നും ഹാർട്ട് നോളജിലേക്ക് വന്നാൽ ഇത് ലൈഫായി മാറും. തലയിലെ അറിവിൽ നിന്നും അത് ഹൃദയത്തിനകത്ത് നിന്ന് വന്നാൽ അത് ജീവനായി മാറും. ആമേൻ. നിർത്താൻ പോവാണ്. ഈ തലമുറയുള്ളത് ജീവനും അക്ഷയതയ്ക്കും വേണ്ടിയാണ്. There is a life and immortality. നമുക്ക് മുമ്പിലിരിക്കുന്ന മേശയും രക്തവും വിളിച്ചു പറയുന്ന അതാണ്, നിങ്ങൾ മരിക്കുകയില്ല. നമ്മൾ ചിലർ നിദ്ര പ്രാപിക്കുകയില്ല. ആ ചിലരിനകത്ത് എൻ്റെ പേരുണ്ട്. ആ ചിലരിനകത്ത് ഈ തലമുറയുണ്ട്. കഴിഞ്ഞൊരു ഗ്ലോറിയസ് ഫ്രൈഡേയിൽ ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചു, we are the 7th generation of God. നാം ദൈവത്തിന്റെ 7ാം തലമുറയ്ക്കാണ്. 7ാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ഉൽപ്പത്തി പുസ്തകം പറയുന്നു 7ാം ദിവസത്തിന് രാത്രിയില്ല. 7ാം ദിവസത്തിന് രാത്രിയില്ല. 1ാം ദിവസം ഉണ്ടായി, രാവും പകലുമുണ്ട്. 2ാം ദിവസം ഉണ്ടായി, രാത്രിയായി, സന്ധ്യയായി, ഉഷസ്സുമായി. 3ാം ദിവസം സന്ധ്യയായി, ഉഷസ്സുമായി. 4ാം ദിവസം സന്ധ്യയായി, ഉഷസ്സുമായി. 5, 6. പക്ഷെ 7ാം ദിവസത്തിന് രാത്രി ഇല്ല. അവിടെ എന്നും പകലായിരിക്കും.
നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല. കാരണം നിന്റെ സൂര്യൻ യാഹുവേയാണ്. നിന്റെ സൂര്യൻ യാഹുവേയാണ്. യഹൂദാ ഗോത്രത്തിൻ സിംഹമേ ഗർജിക്കുക. ഗെറ്റ് റെഡി. ഈ ജീവനും പുനരുത്ഥാനവും അമർത്യതയും കേരളം കേൾക്കാൻ പോവുകയാണ്. ഞാനൊരു പ്രഖ്യാപനം നടത്താൻ പോവാണ്. ആ വാക്ക് ഉപയോഗിക്കുന്നതിൽ ദയവായി ക്ഷമിക്കണം. പക്ഷേ പരിശുദ്ധാത്മാവ് തന്നത് എന്തും ഞാൻ പറയും. ആശയങ്ങൾ കൊണ്ട് പോയി ഛർദിക്കുന്ന ശുശ്രൂഷകൾ അവസാനിക്കുന്നു. ഒന്നുകൂടെ പറയാം, ആ വാക്ക് ഉപയോഗിക്കുന്നതിൽ ദയവായി ക്ഷമിക്കുക. ആശയങ്ങൾ കൊണ്ടുപോയി സ്റ്റേജിൽ നിന്ന് ഛർദിക്കുന്ന ശുശ്രൂഷകൾ അവസാനിക്കുന്നു. സത്യം പ്രസംഗിക്കപ്പെടുന്ന തലമുറ വരുന്നു. ആശയങ്ങളുടെ തലമുറയല്ല, സത്യത്തിന്റെ തലമുറ. ആശയങ്ങളുടെ തലമുറയല്ല, ട്രൂത്ത് വെളിപ്പെടുത്തുന്ന തലമുറ. ആശയത്തിന്റെ തലമുറ ദൈവിക ചോദ്യത്തിന്റെ മുമ്പിൽ ഉത്തരങ്ങൾ ഉണ്ടാക്കാനിരിക്കുമ്പോൾ, സത്യത്തിന്റെ തലമുറ പിതാവിൽ നിന്നും യഥാർത്ഥ ഉത്തരത്തെ വെളിപ്പെടുത്താൻ ആരംഭിക്കാം. That's a good statement. ആശയത്തിന്റെ പിന്നാലെ പോകുന്ന തലമുറ ദൈവിക ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം ഉണ്ടാക്കാനിരിക്കുമ്പോൾ, സത്യത്തിന്റെ തലമുറ യഥാർത്ഥ സത്യം പിതാവിൽ നിന്ന് പ്രീച്ച് ചെയ്യാൻ തുടങ്ങും. സത്യം സകല ജനവും അറിയും. പ്രാർത്ഥിക്കാൻ പോവാണ്. ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പോവാണ്. കമോൺ, ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന്. ഈ സത്യത്തിലും പുനരുത്ഥാനത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ സത്യത്തിലും അമർത്യതയിലും ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കാരണം എന്റെ സത്യം പറയുന്നു, എന്റെ മേലുള്ള ദൈവിക വിളി. നമ്മുടെ ജീവിതമെല്ലാം ഈ സത്യത്തിലേക്ക് ഒന്ന് ട്യൂൺ ആകട്ടെ. കാർ ഓടിക്കാൻ എത്ര പേർക്ക് അറിയാം? കാർ ഓടിക്കാൻ കൈവക്കിയ കാർ ഓടിക്കാൻ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കുന്നു, അടുത്ത വർഷത്തിൽ ഒരു കൈയും താണിരിക്കുകയില്ല. കാർ ഓടിക്കാൻ എത്ര പേർക്ക് അറിയാം? സമയത്തിന് മുമ്പേ ചലിക്കുന്നവരുണ്ടെങ്കിൽ എല്ലാവരും കൈവയ്ക്കും. എനിക്ക് കാർ ഓടിക്കാൻ അറിയാം. ഈ കാർ ഓടിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ടയറിന്റെ അലൈൻമെന്റ് ശരിയല്ലെങ്കിൽ ഇത് വേറെ വഴിക്ക് പൊക്കളയും. നിനക്ക് പോകേണ്ട നേരെ ആയിരിക്കും, പക്ഷേ നിന്നെ വലത്തോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. എന്താണെന്നറിയോ? ടയറിന് കാറ്റില്ലാത്തോണ്ടാണോ? അല്ല. ബൈബിൾ വാക്യങ്ങൾ കുറവായോണ്ടാണോ? അല്ല. സത്യങ്ങൾ കുറവായോണ്ടാണോ? ടയർ പഞ്ചർ ആയോണ്ടാണോ? അല്ല. അലൈൻമെന്റിനൊരു വ്യത്യാസം. എന്താണ് വാക്ക് പറഞ്ഞേ? അലൈൻമെന്റിന്റെ മലയാളം വാക്ക് എന്താണെന്നറിയോ? അലൈൻമെന്റിനൊരു അലൈൻമെന്റ് വാക്ക് പറഞ്ഞ അലൈൻമെന്റ്. അപ്പൊ അലൈൻമെന്റ് വ്യത്യാസം ഉണ്ടാകുന്നതാണ് ഈ വണ്ടി എങ്ങോട്ട് പോകുന്നത്. നമുക്ക് നേരോട്ട് പോകണമെങ്കിൽ ഇത് വലത്തോട്ട് പോകുന്നതിന്റെ കാര്യം. ഓടിച്ചോടിക്കുമ്പോൾ വെറുതെ ഒന്നിങ്ങനെ മുടി ഇങ്ങനെ ആക്കിയ വണ്ടിയുടെ വാക്കിന് പോകും. അതിന് കാരണം എന്നറിയോ? അലൈൻമെന്റ് ശരിയല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഇന്ന് ഈ സത്യത്തിന് മുമ്പിൽ നമ്മുടെ ജീവനെ ഒന്ന് അലൈൻ ചെയ്യാൻ പോവുകയാണ്. ഗെറ്റ് റെഡി. പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. നമ്മൾ അലൈൻ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ അതിനെ അലൈൻ ചെയ്യാൻ പോവുകയാണ്. ഇതാണ് സത്യം. ഒറ്റ കാര്യം ദൈവത്തോട് പറഞ്ഞാൽ മതി. എനിക്കിത് ഇത്രയും വർഷം ഇത് കേട്ടിട്ട് ഇത് കേൾക്കുമ്പോൾ എന്തോ ദുരുപദേശം പറയുന്നെന്ന് തോന്നുന്നെങ്കിൽ ഒറ്റ പ്രാർത്ഥന നീ എൻ്റെ കൂടെ പ്രാർത്ഥിച്ചാൽ മതി. എൻ്റെ പിതാവേ, ഇതാണ് സത്യമെങ്കിൽ എൻ്റെ കണ്ണ് തുറക്കണം. ഒറ്റ പ്രാർത്ഥന മതി. കാരണം പിതാവിനോട് വിളിച്ച് എന്ത് ചോദിച്ചാലും അവൻ തരും. ഒറ്റ വാക്ക്, എൻ്റെ പിതാവ് ഇതാണ് സത്യമെങ്കിൽ എൻ്റെ കണ്ണ് തുറക്കണം. ആശയങ്ങൾ കൊണ്ട് ഛർദിക്കുന്ന ജനറേഷന്റെ കാലം അവസാനിച്ചു. കഴിച്ചതിനെ കൊണ്ട് തുപ്പുന്നതാണ് ആശയങ്ങളുടെ ഫലം. പക്ഷെ സത്യം എന്ന് പറയുന്നത് ഔട്ട് ഓഫ് മൈ ബെല്ലി shall flow river. അതാണ് സത്യം. ജീവജലത്തിന്റെ നദി ഒഴുകുന്നത് ചത്തതിൽ നിന്ന് ഒഴുകുവോ? കേട്ടില്ല. നമ്മൾ ഈ വാക്യത്തിന് ആമേൻ പറയും. എന്റെ ഉദരത്തിൽ നിന്നും ജീവജലത്തിന്റെ ആ നദി ഒഴുകും. ആമേൻ. നീ മരിക്കയില്ലെന്ന് പറഞ്ഞാൽ, എടാ, മരണത്തിനകത്ത് ഇത് എങ്ങനെയാ ജീവനുള്ള നദി ഒഴുകുന്നത്? അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് നിന്റെ ആത്മാവിനകത്തുനിന്ന് ഒഴുകുമെന്നല്ല, ഔട്ട് ഓഫ് യുവർ ബെല്ലി, നിന്റെ ഉദരത്തിനകത്തുനിന്ന് ജീവജല നദി ഒഴുകുമെന്ന്. വാക്യം വളരെ ക്ലിയർ ആണ്. ഔട്ട് ഓഫ് മൈ ബെല്ലി. അപ്പൊ ചത്തതിനകത്തുനിന്ന് ജീവജലം ഒഴുകാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിനക്ക് മരിക്കാൻ പറ്റില്ല. ഔട്ട് ഓഫ് മൈ ബെല്ലി shall flow rivers of living water.
നമ്മുടെ ഉദരത്തിനകത്തുള്ള സത്യം ഇതാണ്. ഞാൻ ജനിക്കപ്പെട്ടതിനോടുള്ള സത്യം ഇതാണ്. ദിസ് ഈസ് ദ ട്രൂത്ത്. ആർക്കെങ്കിലും ഇന്ന് രാത്രി മരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള അവസരം എവിടെയുണ്ട്? നമ്മൾ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുന്നതാണ്. ആമേൻ. We are here for rain. നാം ഇവിടെ ആയിരിക്കുന്നത് വാഴ്ചയ്ക്ക് വേണ്ടിയാണ്. ആ വാഴ്ച മരണത്തിന് മീതെയുള്ള വാഴ്ചയാണ്. ഞാനൊരു രാജാവായി വിളിക്കപ്പെട്ടവനായതുകൊണ്ട് രാജാവ് ഒരിടത്തും കീഴടങ്ങിയിരിക്കത്തില്ല. രാജാവ് ഒന്നിന്, കാരണം രാജാവിന്റെ സിംഹാസനം എല്ലാത്തിന്റെയും മുകളിലാണ്. Thank you, Holy Spirit. ജീവനും അക്ഷയതയും വെളിപ്പെടട്ടെ.